പ്രിയപ്പെട്ട മോഹൻ വർഗീസ് സാർ നമ്മുടെ തിരുവല്ല മാർത്തോമ കോളേജിലെ അധ്യാപകനായിരുന്നു. വിവിധ തലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലെ വാർത്താ മാധ്യമ ചാനലുകളിലൊക്കെ വളരെ സജീവമായിട്ട് സാറിന്റെ സാന്നിധ്യം അറിയാം. ആ സംഭാഷണങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി, നയതന്ത്ര ബന്ധങ്ങളുമായി, ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി, നമ്മുടെ തന്നെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുമായി എല്ലാം ബന്ധപ്പെടുന്ന താത്വികമായ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. സാറിന് ഒരു പ്രൊഫൈല് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, അതുകൊണ്ട് ഞാൻ ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മളുടെ അഡ്മിൻ പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ അതിന് സാറിന്റെ ഒരു പ്രൊഫൈല് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിൽ മാർത്തോമ കോളേജിൽ 30-ലധികം വർഷങ്ങൾ സാറിന്റെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് ലഭ്യമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി സർവകലാശാല രംഗങ്ങളിൽ, അത് നമ്മൾ കേരളത്തിനുള്ളിൽ മാത്രമല്ല ഇന്ത്യക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലും എല്ലാം ഒരു അക്കാദമിക മികവ് പുലർത്തുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ തരത്തിലുള്ള സാറിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. സാറിന്റെ നിരവധിയായ പുസ്തകങ്ങൾ ഉണ്ട്. പ്രസാധന രംഗത്ത് സാറിന്റെ എംഫിൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. മാസ്റ്റേഴ്സും PhD-യും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിൽ ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ നടക്കുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ നടക്കുന്ന വ്യതിയാനങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും അത് കേരള സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാറിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഇന്ന് നമ്മൾക്ക് ഗസ്റ്റായിട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, തീം, ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത ജനാധിപത്യ സംരക്ഷണത്തിന് അനിവാര്യം എന്നതാണ്. ഇംപാർഷ്യാലിറ്റി ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ, a cornerstone for safeguarding democracy. India is a sovereign socialist secular democratic republic. ഇത് നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. 79 സംവത്സരങ്ങൾ കഴിയുന്നു ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട്. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടം. ടാഗോർ പറയുന്നു, നമ്മളുടെ ധൈര്യപൂർവ്വം നമ്മളുടെ തല ഉയർത്തി, നട്ടെല്ല് നിവർത്തി, സ്വതന്ത്ര ബോധത്തോടെ, അഭിമാന ബോധത്തോടെ ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ സ്വപ്നം കണ്ട നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും രാഷ്ട്ര നേതാക്കളും ഒക്കെ ഉള്ളിടത്ത് അതിൽ നിന്ന് കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടും കുറെ കൂടെ തെളിമയുള്ളതും കുറെ കൂടെ മെച്ചമായതുമായ സാഹചര്യത്തിലേക്കാണോ, അതോ കുറെ കൂടെ കാലം വളരെ കോംപ്ലക്സിറ്റീസ് ഉള്ള, കുറച്ചുകൂടെ ഇരുളടഞ്ഞു പോകുന്ന കാലഘട്ടത്തേക്ക് പോകുന്നോ എന്ന സംശയം വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകളുടെ എല്ലാം മനസ്സുകളിൽ വന്നു നിറയുന്ന ഒരു കാലമാണ്. അപ്പോൾ ഭാരതത്തിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഒരർത്ഥത്തിൽ നമ്മൾ വളരെ സജീവമായിട്ട് കേട്ടു തുടങ്ങിയത് TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വന്ന കാലം മുതലാണ്. എപ്പോഴും ഇലക്ഷൻ കമ്മീഷന് ഭാരതം പോലെ ഒരു രാജ്യത്തില് സ്വതന്ത്രമായി, നിർഭയമായി, പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം കാര്യമായി ഉണ്ടാകാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഏകദേശമെങ്കിലും ഒരുപോലെയുള്ള ഇക്വാളിറ്റിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അധികാര ദുർവിനിയോഗം ഒരു പരിധിവരെ തടയുന്നതിനുള്ള ഒരു കമ്മീഷനായിട്ടൊക്കെ ആയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. എന്നാൽ അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നുണ്ടോ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ശരിയായിട്ടുള്ള ദർശനം എന്താണ്? അതിലൂടെ സാധ്യമാകേണ്ടത് എന്താണ്? അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന് കുറെ കൂടെ തെളിമയും നന്മയും ഒക്കെ നൽകുന്നത്? അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സമയം സംസാരിക്കുന്നത് ശരിയാകത്തില്ല എന്ന് പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ ഈ ഫോറത്തിലേക്കും ഇന്നത്തെ സെമിനാറിലേക്കും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു. ഇപ്പോൾ ഞാൻ മൈക്ക് മോഹൻ വർഗീസ് സാറിന് കൈമാറട്ടെ. നമുക്ക് സാറിൽ നിന്ന് ശ്രവിക്കാം. നമസ്കാരം എല്ലാവർക്കും. സുഹൃത്തുക്കളെ, എനിക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങളെല്ലാം എന്നെ കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ചെറിയൊരു മീറ്റിംഗ് ആണ്, ചെറിയൊരു യോഗമാണ്. പക്ഷെ ഐ നോ ദി ക്വാളിറ്റി ഓഫ് ദി ഓഡിയൻസ്. അപ്പോൾ ഒരു ചർച്ചാ യോഗം എന്ന നിലയിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ പങ്കിടാനുള്ള, ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു നല്ല വേദി. മാർത്തോമ സ്റ്റഡി സെന്റർ, ലൈറ്റ് ടു ലൈറ്റൻ, മാർത്തോമ സഭയുടെ ഒരു തീം തന്നെയാണല്ലോ, ഒരു ക്യാച്ച് വേർഡ് തന്നെയാണ് ലൈറ്റ് ടു ലൈറ്റൻ. അപ്പോൾ ആ ഒരു ലൈറ്റനിങ്, എൻലൈറ്റൻമെന്റ് ത്രൂ ലിബറേഷൻ. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഘടനകൾ നമ്മെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് മോചനം സാധ്യമാവുമോ? ഈ അന്വേഷണമാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഘടനയാണല്ലോ ഒരു രാജ്യം എന്ന നിലയിൽ ഒരു സിവിൽ സൊസൈറ്റി നിലനിൽക്കുന്നത് ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ഭരണഘടനയുടെ അസ്തിത്വം തന്നെ ഒരു പരമാധികാര, മതേതര, സോഷ്യലിസ്റ്റ്, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. ഈ 5 പില്ലേഴ്സ് അത് പ്രിയാമ്പിളിൽ തന്നെ വ്യക്തമായി പറയുന്നു. അച്ഛൻ ആമുഖ പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ദീസ് പില്ലേഴ്സ് കം അണ്ടർ അറ്റാക്ക്. ദാറ്റ് ഈസ് വാട്ട് ദ ഓപ്പോസിഷൻ റിമൈൻസ് ദ നേഷൻ. ഇത് ശരിയാണോ? ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ, പരമാധികാരം കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയ സോഷ്യലിസ്റ്റ്, സെക്യുലർ ക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ റിപ്പബ്ലിക്കൻ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ മുഴങ്ങി കേൾക്കേണ്ട ജനാധിപത്യത്തിന് പുഴുക്കുത്തുകൾ വീണിട്ടുണ്ടോ? അത് നിയന്ത്രിക്കുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്, അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തേണ്ട, നിയമസഭകളിലേക്ക്, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പിന് ക്രമീകരണങ്ങൾ ചെയ്യേണ്ട, മേൽനോട്ടം വഹിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിൽ ജനാധിപത്യ ക്രമത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഭാരതം. ഭാരതത്തിന്റെ പാർലമെന്റിൽ പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിക്കൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ശേഷം 2024 സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംതിങ് ഈസ് റോങ് സംവെയർ എന്ന ഒരു കാഴ്ചപ്പാടാണ്, എന്ന ഒരു പ്രതീതിയാണ് ജനിക്കുന്നത്. അതേക്കുറിച്ച് കുറച്ച് ആഴത്തിൽ സംസാരിക്കുകയും നമ്മുടെ മതേതരത്വത്തെ കുറിച്ച് സ്വല്പം മാറ്റി നിർത്തുക ഇപ്പോൾ ഈ ചർച്ചയ്ക്ക്, കാരണം അതിന്റെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനാണ്. നമ്മുടെ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം ബഹുരാഷ്ട്ര കുത്തകകളുടെ തള്ളിക്കയറ്റത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന അന്വേഷണം മാറ്റി നിർത്തിക്കൊണ്ട്, നമ്മുടെ റിപ്പബ്ലിക്കൻ സ്വഭാവത്തിന് നേരെ വരുന്ന വെല്ലുവിളികൾ സ്വല്പം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കൂടുതലായും ജനാധിപത്യ വ്യവസ്ഥയെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ കൂലങ്കഷമായി അവലോകനം ചെയ്യുകയും അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് വേദി ഒരുക്കുകയും ചെയ്യുക. അതാണ് ഈ ഒരു സമയത്തിന്റെ ഒരു ഡൈനമിക്സ്. ഓക്കെ, ലെറ്റ് മി ബിഗിൻ. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭഗീരഥ പ്രയത്നമാണ്. 1950 മുതൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 51-52 ആദ്യ തെരഞ്ഞെടുപ്പ്, അത് മുതലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ വലിയ സ്തുത്യർഹമായ സേവനമാണ് കാലാകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർവഹിച്ചത്. മുൻകാലങ്ങളിൽ TN ശേഷനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. TN ശേഷൻ 90കളിൽ ഇലക്ഷൻ കമ്മീഷണറായി വരുന്നത് വരെ അധികം സംസാരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമിതിയായിരുന്നു ഇലക്ഷൻ. കാര്യമായ ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. പക്ഷേ TN ശേഷൻ വന്നപ്പോഴാണ് ദി ബൈറ്റ്, ദ ടീത്ത്, ദി പവർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ബീൻ മാനിഫെസ്റ്റ്. അത് മുതലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായി, ഇലക്ട്രൽ റോളിന്റെ നവീകരണം ഉണ്ടായി. എന്തിന്? EVM, പിൽക്കാലത്ത് EVM ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് ഉണ്ടായത് TN ശേഷന്റെ സമയത്താണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചുകൂടി സുതാര്യവും സമ്പുഷ്ടവും നീതിപൂർവമാക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കപ്പെട്ടു. കാലാകാലങ്ങൾ അതിന് പരിഷ്കാരങ്ങൾ ഉണ്ടായി. അവിടെ ഇത്രയുമെല്ലാം പ്രോഗ്രസ് നേടുമ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ
കുറ്റമറ്റതാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം ന്യായമായ രീതിയിലാണോ? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുൻകാലം അങ്ങനെയില്ലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്നു. ഇവിടെ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ നിയമിക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് ഒരു മാർഗം, ആരോഗ്യപരമായ ഒരു മാർഗം സജസ്റ്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ, ദി ഓപ്പോസിഷൻ ലീഡർ ആൻഡ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഇവർ 3 പേരടങ്ങുന്ന ഒരു പാനൽ ഉചിതരായ ആളുകളെ, ഗവൺമെന്റ് സർവീസിൽ നിന്നും ഉചിതരായ ആളുകളെ കണ്ടെത്തി അവരെ തെരഞ്ഞെടുപ്പ് ചുമതല കമ്മീഷന്റെ തലപ്പത്തെ കൊണ്ടുവരിക, ഇതായിരുന്നു നിർദ്ദേശം. പക്ഷെ ആ നിർദ്ദേശം അട്ടിമറിച്ചുകൊണ്ട് നിയമനിർമ്മാണത്തിലൂടെ, പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് 2 സഭകളും പാസാക്കിയ നിയമനിർമ്മാണത്തിലൂടെ അതിന്റെ ഘടന തന്നെ മാറ്റി. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിലെ ഒരംഗം, ഇപ്പോൾ അത് ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ വരുമ്പോൾ നിഷ്പക്ഷനായ ഒരാളുടെ സാന്നിധ്യം നിയമന പാനലിൽ ഇല്ലാതെ വരുന്നു. പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ അദ്ദേഹത്തിന് സ്വീകാര്യനായ ഒരാളും ചേരുമ്പോൾ 3/2 ഭൂരിപക്ഷം അവിടെയായി. പ്രതിപക്ഷ നേതാവിന്റെ വാക്കിന് വില ലഭിക്കുന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിലൂടെ ഈ പ്രക്രിയയുടെ തലപ്പത്ത് തന്നെ ഇഷ്ടക്കാരെ കുത്തിത്തിരിക്കുന്നു എന്ന ഒരു ആരോപണം ഉണ്ടായി. ആ ആരോപണത്തിന്റെ നിജസ്ഥിതി, ആരോപണം കേവലം ആരോപണം മാത്രമാണ്. അത് സത്യമാണോ? അവർക്ക് നീതിപൂർവമായിട്ട് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമുണ്ടോ? ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ട് ഈ വിഷയം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ആ ഒരു കാര്യക്ഷമതയെക്കുറിച്ച്, സുതാര്യതയെക്കുറിച്ച്, ടാമ്പർ പ്രൂഫ് ആണോ എന്നതിനെ കുറിച്ച് സംശയങ്ങളുണ്ടായി. പല തെരഞ്ഞെടുപ്പുകളും EVM തിരിമറിയിലൂടെ അട്ടിമറിക്കപ്പെട്ടു എന്നും അത് പ്രതിപക്ഷത്തിന്, ഇപ്പോഴത്തെ നിലവിലെ ലോക്സഭയിലെ പ്രതിപക്ഷത്തിന് ദോഷകരമാകുന്ന രീതിയിൽ, ഭരണപക്ഷത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടോ സിസ്റ്റത്തിൽ ബഗുകൾ പ്ലാന്റ് ചെയ്തുകൊണ്ടോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണമുണ്ടായി. പക്ഷെ ഇത് അന്വേഷിച്ച ഒരു ഏജൻസിക്കും കൃത്യമായി EVM-ൽ തിരിമറികൾ ഉണ്ടായി, പ്രോഗ്രാമിംഗിൽ തെറ്റായി അത് ചെയ്തു, അല്ലെങ്കിൽ VVPAT ഉൾപ്പെടെയുള്ള സമയമാണ്, വോട്ടർ വെരിഫയബിൾ പേപ്പർ ട്രെയിൽ, VVPAT ഉൾപ്പെടെ എണ്ണി. ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു 18ഓളം പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രിസൈഡിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ച ഒരു ആളാണ്. എന്റെ റിട്ടയർമെന്റ് കാലത്തിന് തൊട്ടു മുമ്പുള്ള കാലത്ത് 3-4 തെരഞ്ഞെടുപ്പുകളിൽ VVPAT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ VVPAT-ൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി അതിന്റെ ചിഹ്നം ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള സുതാര്യതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ assuming that all the voters are literate, all the voters are capable of looking at the window of the VVPAT to see whether the votes are cast against the name of the candidate they want. അത് ഉറപ്പുവരുത്താൻ സംവിധായകർക്ക് കഴിയുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും, എത്ര പേരാണ് ഈ വെപ്രാളത്തിനിടയ്ക്ക് വോട്ട് കുത്തിയതിനു ശേഷം പലരും ആ ബട്ടൺ കറക്റ്റ് ആയിട്ടല്ല, വിരൽ ഉള്ളിലേക്കിട്ട് ആ നീല ബട്ടണിലാണ് അമർത്തേണ്ടത്. പക്ഷെ പലപ്പോഴും അത് ലൈറ്റിന്റെ പുറത്തൊക്കെ അമർത്തുന്നുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ അതിലേക്ക് നോക്കാനാവില്ലല്ലോ. അതുകൊണ്ട് നിർദ്ദേശം കൊടുക്കാറുണ്ട്, നിങ്ങൾ ആ ഒരു ബട്ടൺ നോക്കി പ്രസ് ചെയ്യുക, ഇഷ്ടമുള്ള കാൻഡിഡേറ്റിന് നേരെ കാണുന്ന നീല ബട്ടൺ അതിനുള്ളിലേക്ക് കൈകടത്തി പ്രസ് ചെയ്യുക എന്ന് വരെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ള ഒരു ലിറ്ററസി ലെവൽ, അല്ലെങ്കിൽ ആ ഒരു പരിജ്ഞാനം മാത്രമേ, സാങ്കേതിക പരിജ്ഞാനം മാത്രമേ വോട്ടർമാർക്കുള്ളൂ. അതുകൊണ്ട് VVPAT എന്നത് കൃത്യമായ സൂചനയാണോ എന്നതിനെ കുറിച്ചും കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. പക്ഷേ നാളിതുവരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ടാമ്പറിംഗ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ക്ഷീണം തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആൻഡ് ദി ഓപ്പോസിഷൻ ലീഡേഴ്സ് ഹു റൈസ്ഡ് ദിസ് ബോഗി ഓഫ് ടാമ്പറിംഗ് ദ വോട്ടിംഗ് മെഷീൻ ഹാസ് ബീൻ അത് അത്ര അങ്ങോട്ട് ടെനബിളായി കണ്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് now more credible information is being released based on a study. അതൊരു പാക്ക അക്കാഡമിക് അല്ലെങ്കിൽ റിസർച്ച് വർക്കിന്റെ ഒരു ഫൈൻഡിംഗ് ആണ്.
ഒരു സാമ്പിൾ മെത്തേഡ് എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ EVM മാത്രമല്ല മാർഗം, ടാമ്പറിംഗ് ഓഫ് ദി വെരി വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് ഇലക്ടറൽ റോളിൽ പേര് ചേർക്കുന്നത് മുതൽ ദി സ്ട്രക്ചേഴ്സ് ബിക്കം വയലന്റ്. Element of structural violence creep in at the time of entry of names in the new names in the voters list or the deletion of the names from the voters list. അപ്പോൾ നമുക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടിയുള്ള കോംപ്രിഹെൻസീവ് റിവിഷൻ ഓഫ് ദ വോട്ടിംഗ് ലിസ്റ്റ്, ആ ഒരു റിവിഷൻ എന്നത് പീരിയോഡിക്കായിട്ട് നടക്കേണ്ടതാണ്, ഏതാനും വർഷം കൂടുമ്പോൾ നടക്കേണ്ടത് തന്നെയാണ്, തെറ്റൊന്നും പറയാനാവില്ല. പക്ഷേ ഒറ്റയടിക്ക് 65 ലക്ഷം പേരാണ്, 8 കോടി ജനങ്ങളുള്ള ബീഹാറിൽ, വോട്ടർമാരുള്ള ബീഹാറിൽ 65 ലക്ഷം പേരുകളാണ് ഒറ്റ 5000 അല്ല 65 ലക്ഷമാണെന്ന് ഓർക്കണം, ഒറ്റയടിക്ക് നീക്കം ചെയ്യപ്പെട്ടത്. അതേക്കുറിച്ച് കേസുകൾ ഉണ്ടായപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് 3 ദിവസത്തിനുള്ളിൽ ഏതെല്ലാം പേരുകളാണ് നീക്കം ചെയ്തത് എന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ പറയണം, പുറത്തുവിടണം, സുതാര്യമാക്കണം. നീക്കിക്കോളൂ, മരിച്ചുപോയവരുടെ പേരുകൾ നീക്കിക്കോളൂ, മറ്റിടങ്ങളിൽ വോട്ടുള്ളവരുടെ പേര് നീക്കിക്കൊള്ളൂ, അല്ല എങ്കിൽ ബോഗസ് വോട്ടുകൾ നീക്കിക്കൊള്ളൂ, ഡബിളിംഗ് ഓഫ് ദ വോട്ട്സ് വരുന്നത് നീക്കിക്കൊള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ 65 ലക്ഷത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. അത് ഒരു വശം. ഒരു വശത്ത് വോട്ടുകൾ വെട്ടിനിരത്തപ്പെടുമ്പോൾ മറ്റൊരിടത്ത് വോട്ട് കൊള്ള എന്ന രൂപത്തിൽ കൂടുതൽ വോട്ടുകൾ ആഡ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സാമ്പിളായി കണ്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും ചില പ്രതിപക്ഷ കക്ഷികളും എല്ലാം ചേർന്ന് നടത്തിയ ഒരു സർവേ. അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് 25ഓളം ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ കേവലം 25,000 മുതൽ 30,000 വോട്ടിന് തോറ്റ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ മാത്രം വലിയ ഡിസ്ക്രിപ്പൻസി കാണുന്നു. അതായത് ഉദാഹരണത്തിന് ബാംഗ്ലൂർ നഗരത്തിലെ, അതായത് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ വരുന്ന മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ സെഗ്മെന്റ്, 8 സെഗ്മെന്റുകൾ ചേർന്നതാണ് ബാംഗ്ലൂർ നഗരഹൃദയത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. മഹാദേവപുര നിയമസഭാ സെഗ്മെന്റിൽ മാത്രം ഏതാണ്ട് 1,05,000 വോട്ടുകൾ, 1,250,000 വോട്ടുകൾ അനധികൃതമായി അന്യായമായി ചേർക്കുക വഴി വലിയ അഡ്വാൻറ്റേജ് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റിന് ഉണ്ടായത് എന്ന ഒരു കണ്ടെത്തൽ 6 മാസത്തെ പഠനത്തിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ നൽകിയ രേഖകൾ ഭൗതികമായി പരിശോധിച്ച് 30 പേരുള്ള ഒരു ടീം ഏതാണ്ട് 300 കിലോ ഡോക്യുമെന്റ്സ് ആത്ത് വെച്ച് രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇന്ത്യയുടെ സംവിധായകരോട് വിളിച്ചു പറയുകയാണ്, there is a foul. ഇവിടെ ഇത് സാധിക്കുമെങ്കിൽ ആസ് എ ഇൻഡക്റ്റീവ് മെത്തേഡ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു. അതിനാൽ ഇന്ത്യയിലെ പല മണ്ഡലങ്ങളിലും അത് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെയുള്ള 25ലധികം മണ്ഡലങ്ങളിൽ ഇങ്ങനെ അനധികൃതമായി ചേർത്ത വോട്ടുകൾ, അതിന്റെ ബലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആ കസേറയിൽ ഇരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചു. അതോടൊപ്പം മഹാരാഷ്ട്രയിലെ വോട്ട് കൊള്ളയെ കുറിച്ച് പറഞ്ഞു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 48 ലോക്സഭാ മണ്ഡലങ്ങളാണ്. 2024 തെരഞ്ഞെടുപ്പിൽ അതിൽ 30 മണ്ഡലങ്ങളും വിജയിച്ചു വന്നത് മഹാവികാസ് അഗാദിയാണ്. അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറിന്റെയും NCP അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും എല്ലാം ചേരുന്ന ശക്തമായ അലയൻസ് ആണ്. അവർക്ക് അത്രയും വോട്ട് ഷെയർ, സീറ്റ് ഷെയർ നേടാൻ കഴിഞ്ഞ് കേവലം 6 മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 289 സീറ്റുകളിൽ നിയമസഭാ സെഗ്മെന്റുകളിൽ അമ്പേ പരാജയപ്പെട്ടു. 50-ൽ താഴെ സീറ്റുകളാണ്. ഇപ്പൊ ശതമാനക്കണക്കിൽ ഏറെ താഴെ പോയിരിക്കുന്നു. കോൺഗ്രസിന് ഏതാണ്ട് ഡബിൾ ഡിജിറ്റ് ജസ്റ്റ് അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. അത്രയ്ക്ക് പരിതാപകരമായ നിലയിലേക്ക് താണു. അത് സംഭവിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റൂൾസ് വ്യത്യാസമാണ്, പരിഗണനാ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. നിയമസഭയിലേക്ക് മറ്റു ചിലതുണ്ട്. ലാഡ്കി ബഹിൻ പദ്ധതിയൊക്കെ ഉൾപ്പെടെ ജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതിയാണ്. അതൊക്കെ കൊണ്ട് മഹായുതി സഖ്യത്തിന്, BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കാം.
അത് തെളിയിക്കാനാവില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുത്ത് പറയുകയാണ്. അതായത് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് കാര്യമായ ക്യൂ ഒന്നും മഹാരാഷ്ട്രയിൽ കണ്ടില്ല. ആ ക്യൂ ഉണ്ടെങ്കിൽ അത് ഈ വെബ്കാസ്റ്റ് ഉണ്ട്, അതായത് ക്യാമറ കണ്ണുകളിലൂടെ മിക്ക ബൂത്തുകളിലും ക്യാമറകളുണ്ട്. ആ ക്യാമറ കണ്ണുകളിലൂടെ എത്ര പേരാണ് വോട്ടിംഗ് ക്യൂവിലുള്ളത് അത് പിന്നിൽ നിന്നും സ്ലിപ്പുകൾ കൊടുത്തു തുടങ്ങും. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആണ് ചെയ്യേണ്ടത്. അതായത് ഇത് 15 പേര് ഈ വോട്ടിംഗ് അവസാനിക്കേണ്ട സമയത്ത് ക്യൂവിലുണ്ട് എങ്കിൽ പിന്നിൽ നിന്ന് 1, 2, 3, 4 അങ്ങനെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ 15ാമത്തെ ആളായിട്ട് അവരെല്ലാം വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് വോട്ട് തെരഞ്ഞെടുപ്പ് നീണ്ടുപോയേക്കാൻ സാധ്യതയുണ്ട്. 6 മണി വരെയോ 7 മണി വരെയോ, ഇനി ഏറെ ക്യൂ ഉണ്ടെങ്കിൽ രാത്രി 8 മണി വരെയോ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. ും 56% വോട്ടർ ടേൺ ഔട്ട് എങ്ങനെയാണ് 64% കുതിച്ചുയർന്നത്? കേവലം ഈ വൈകിട്ട് അധികം വന്ന വോട്ടുകൾ, അത്രയധികം പേർ വോട്ടിംഗ് സമയം കഴിഞ്ഞതിന് ശേഷവും അത്ര ശതമാനം, അത് കോടിക്കണക്കിന് വോട്ടർമാരാണ്, അത്രയും പേർ എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ പുതിയതായി വോട്ട് ചെയ്തത്? ഒരു രീതിയിലും എത്തുംപിടിയും കിട്ടുന്നില്ല. വോട്ടെണ്ണൽ സമയത്ത്, വോട്ടിംഗ് അവസാനിക്കുമ്പോൾ, 5 മണി സമയത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കണ്ട പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ കണ്ട നമ്പേഴ്സും ആത്യന്തികമായി ഫൈനൽ ടാലിയും തമ്മിൽ 7-8% വ്യത്യാസം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ അത് പര്യാപ്തമായി എന്ന ജനറലിസ്റ്റ്, അത് തെളിയിക്കാനാവില്ല. ജനറലിസ്റ്റ് ഒരു കാര്യമാണ്, അത് തെളിയിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം. അത് മാത്രമല്ല, ആ പരാതി 45 ദിവസം മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ, ചലിക്കുന്ന ചിത്രങ്ങൾ, ക്യാമറ ചിത്രങ്ങൾ ഉണ്ടാവൂ. ആ ചിത്രങ്ങളുടെ ഒരു നിജസ്ഥിതി വെച്ചുകൊണ്ട് ആ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം ഒരു പ്രത്യേക ബൂത്ത് എടുത്തുകൊണ്ട് എത്ര പേരാണ് ക്യൂവിലുള്ളത്. അത് വെച്ചിട്ട് അതിൽ കൂടുതൽ വോട്ട്സ് അവിടെ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ എന്തോ തിരിമറിയുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പൊ പറയുന്നത് 45 ദിവസത്തിന് ശേഷം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ മാഞ്ഞു പോവുകയാണ്. റെക്കോർഡഡ് ചിത്രങ്ങൾ, റെക്കോർഡഡ് വീഡിയോസ് 45 ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ആകുന്ന രീതിയിലാണ് സംഭവം. അത് മാത്രമല്ല, 45 ദിവസം കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ നിയമപരമായി അർഹതയുമില്ല. ഇനി പരാതി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലഭിക്കുന്നത്? ദി എൻക്രിപ്റ്റഡ് ഫോമിൽ ഒരു രീതിയിലും ഡിജിറ്റലി വെരിഫയബിൾ അല്ലാത്ത രീതിയിൽ ഫിസിക്കൽ ഫോമിൽ ഈ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ചെയ്ത വോട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ ഒക്കില്ല. ഒരു മണ്ഡലത്തിൽ വോട്ടുള്ളയാളിനെ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടോ എന്ന് കമ്പയർ ചെയ്യാനാവില്ല. രാജ്യമാസകലമുള്ള കാര്യങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അതിനെ തീർച്ചമുറിച്ച വരുത്താൻ പറ്റൂ. അതുകൊണ്ട് പ്രതിപക്ഷം ആരോപിക്കുന്നു, കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിനെ ആധാരമാക്കിക്കൊണ്ട് പറയുന്നു, ബീഹാറിൽ വെട്ടിനിരത്തി, കർണാടകയിൽ പ്രത്യേക രീതിയിൽ മരിച്ചുപോയവർ അല്ലെങ്കിൽ അർഹതയില്ലാത്തവർ, വിവിധ മണ്ഡലങ്ങളിൽ വോട്ടുള്ളവർ, രാഹുൽ ഗാന്ധി എണ്ണി ഓരോ കാറ്റഗറിയിലും 5 ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള അനർഹർക്ക്, ഇങ്ങനെയാണ് ഒരു നിയമസഭാ സെഗ്മെന്റിൽ ആകെ 2-3 ലക്ഷം പേര് മാത്രമുള്ള ആ നിയമസഭാ സെഗ്മെന്റിൽ തന്നെ 1,250,000 വോട്ടുകൾ തെറ്റായി രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞ തെറ്റായി ഇലക്ട്രൽ റോളിൽ കടന്നുകൂടി. ഇനി രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കാൻ ആവാതെ പോകുന്നത്, ഈ വോട്ടുകളെല്ലാം ചേർത്തത് BJP ആണോ? കോൺഗ്രസും ചേർക്കാം. അവിടുത്തെ ഭരണകക്ഷി കോൺഗ്രസ് ആണ്. ശക്തനായ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ശക്തനായ ശക്തനായ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ അതിശക്തനായ ഫണ്ട് റൈസർ. ഇത്രയെല്ലാം ഭരണം കൈപ്പിടിയിലുള്ള സംസ്ഥാന ഗവൺമെന്റ്. ഓർക്കൂ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ കമ്മീഷനാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറല്ല. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിയന്ത്രണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഏജൻസിക്ക് തന്നെയാണ്. അപ്പൊ ഈ കണ്ണുകളിലൂടെയൊക്കെ പോകുമ്പോൾ, ഈ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലൂടെ പോകുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പാർട്ടിയുടെ താല്പര്യത്തിന് അതീതമായി എങ്ങനെയാണ് ഇത് സാധിക്കുക? അത് കോൺഗ്രസ് ആണോ ചേർത്തത്? BJP ആണോ കള്ളവോട്ടുകൾ ചേർത്തത്? അതേക്കുറിച്ച് കൃത്യമായി പറയാനാവുന്നില്ല. ഇനി ചേർക്കപ്പെട്ട വോട്ടുകളിൽ എത്ര പേര് വോട്ട് ചെയ്തു അത് പൂർണ്ണമായി നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ ആർക്ക് ചെയ്യപ്പെട്ടു?
ഒരിക്കലും കണ്ടെത്താനാവില്ല. കാരണം രഹസ്യ സ്വഭാവമാണ് വോട്ടിന്. ഈ വോട്ടുകൾ BJPക്കാണ് പോയതെന്ന് എങ്ങനെ പറയാനാവും? ആ വോട്ടുകൾ കോൺഗ്രസിന് പോയിട്ടില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഈ വോട്ടുകളുടെ ഫലം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെ പറയാൻ സാധിക്കും? അതുകൊണ്ട് എങ്ങനെയെല്ലാം പോയാലും നിയമപീഠത്തിന് മുന്നിൽ വന്നാലും ചില തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വാദങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിക്കാൻ ഭരണപക്ഷത്തിനും കേന്ദ്രത്തിലെ ഭരണപക്ഷത്തിനും ഈ വാദങ്ങൾ നിരന്തരമായി പൊതുജന സമക്ഷം അവതരിപ്പിക്കുക വഴി ഈ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ലൈവായിട്ട് നിർത്താനും ഭരണഘടനയുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട കാലമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷന് നേരിട്ടൊരു പരാതി കൊടുക്കാതെ, സത്യവാങ്മൂലം കൊടുക്കാതെ, ഇന്ന കാര്യങ്ങളാണ് പട്ടികയിലുള്ളത്, ഇന്ന കാര്യങ്ങളിലാണ് തർക്കമുള്ളത്, ഇന്ന കാര്യങ്ങളിലാണ് ആക്ഷേപമുള്ളത് എന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഇലക്ഷൻ കമ്മീഷന് നിർബന്ധമായി എഴുതി കൊടുക്കണം എന്ന നിബന്ധനയിൽ നിന്നും ശ്രീ രാഹുൽ ഗാന്ധി പിന്നോട്ട് പോയിരിക്കുന്നു. അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. കാരണം കൃത്യമായ വിവരങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് കാട്ടിക്കൊണ്ട് നടപടിക്രമങ്ങൾ, പ്രതികാര നടപടികൾ രാഹുൽ ഗാന്ധിക്കെതിരെ എടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടാവാം. അല്ല എങ്കിൽ ഈ വിഷയം പൊളിറ്റിക്കലി ടേക്കപ്പ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും തീരുമാനിച്ചുകൊണ്ടാകാം. എന്ത് തന്നെ പറഞ്ഞാലും the opposition which stood totally in a disarray, totally disunited, is now united on this point. There is a convergence of interest. ഇടതടിച്ചു നിന്ന മമതാ ബാനർജിയും ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും എല്ലാം തന്നെ കോൺഗ്രസിനോടൊപ്പം, ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കുമെതിരെ ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്ന രംഗം കാണുന്നു. അതുകൊണ്ട് പാർലമെന്റ് മാർച്ചായി 300-ലധികം MP-മാർ, ലോക്സഭയിലെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ MP-മാരും രാജ്യസഭയിലെ ഉൾപ്പെടെയുള്ള MP-മാർ ചേർന്ന് പാർലമെന്റ് മാർച്ച്, ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് എല്ലാം നടത്തി. അത് മാത്രമല്ല, നാളെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു പൊതുസമ്മേളനം, ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് രാജ്യത്തോടായി മറുപടി പറയാൻ തയ്യാറെടുക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഈ ഒരു ചെറിയ ഫോറം, അതായത് ലൈറ്റഡ് ടു ലൈറ്റൻ മാർത്തോമ ഡിസ്കഷൻ ഫോറം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഞാനൊരു പക്ഷം പിടിച്ചുകൊണ്ടല്ല പറഞ്ഞത്. സംശയങ്ങളുടെ പുകമറ, സംശയങ്ങളുടെ കാർമേഘം പെരുമഴയായി പെയ്തിറങ്ങുകയാണ്. അതേസമയം ഈ സംശയം ദൂരീകരിക്കാനുള്ള വെളിച്ചം നൽകാൻ പൊതുസമൂഹത്തിന്, സിവിൽ സൊസൈറ്റിക്ക്, നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ കാര്യം തലനാരിഴകറി പരിശോധിക്കുക വഴി സാധിക്കണം. കാരണം അവിടെ ഒരു നിഗമനങ്ങളാണ്. ഇവിടെ 100% തെളിയിക്കാൻ ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ആർ വി ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ? എവിടെയോ സ്വതന്ത്ര പരമാധികാര ഭാരതത്തിന്, ജനാധിപത്യ ഭാരതത്തിന് 80-ാം സംവത്സരത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ എവിടെയോ ട്രാക്ക് തെറ്റിയിട്ടുണ്ടോ? നമ്മൾ കണ്ട മാൻഡേറ്റ് ഒക്കെ എൻജിനീയർഡ് ആയിരുന്നുവോ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഈ പേജറുകൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാനിയൻ നേതാക്കളുടെയും ഒക്കെ പോക്കറ്റിൽ കിടന്ന് പൊട്ടിത്തെറിച്ചതുപോലെ വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കാലാകാലങ്ങളിൽ അട്ടിമറി നടന്നതിന്റെ ഫലമായിട്ടാണോ മാറി മാറി ഗവൺമെന്റുകൾ രൂപീകരിക്കപ്പെട്ടത്? സംശയമാണ്, ജനത്തിന്റെ മനസ്സിൽ സംശയമാണ്. നമ്മൾ ചെയ്ത വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ പരിഭാവനമായ ഒന്നാണ് വോട്ടവകാശം. ഭാരതത്തിലെ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ടവകാശം. ഭാരതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ചുമതല പൗരന്മാരുടെ ചുമലിലാണ്. ആ ചുമതല കൃത്യമായി നിർവഹിക്കുമ്പോഴും തങ്ങൾ വോട്ട് ചെയ്തവർ തന്നെയാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്, അതോ അനർഹർ ഒരു പ്രക്രിയയിലൂടെ, എൻജിനീയർഡ് കുക്ഡ് അപ്പ് മാൻഡേറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു? അവരാണോ ജനത്തെ ഇത്രയും കാലം നയിച്ചത്? ഇനിയും അങ്ങനെ തന്നെയാണോ പോകാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഈ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കേണ്ടതുണ്ട്, കൂടുതൽ പ്രോആക്റ്റീവ് ആക്കേണ്ടതുണ്ട്, കൂടുതൽ വിശ്വാസയോഗ്യമാക്കേണ്ടതുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ കളക്റ്റീവ് ബിലീഫ്, വിശ്വാസം, അതാണ് രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നത്. നിയമത്തെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല, തമ്പുരാനെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്തിലെ വ്യവസ്ഥയെ, ഭരണഘടന എന്ന വ്യവസ്ഥ, അതിന്റെ നൈർമല്യം, അതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ചിതറിപ്പോകാതെ നിൽക്കുന്നത്. അല്ല എങ്കിൽ സംഭവിക്കുക എന്താണ്? വലിയ രീതിയിലുള്ള വിപ്ലവങ്ങളും വലിയ രീതിയിലുള്ള അട്ടിമറികളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ്. അപ്പം നിയമം കയ്യിലെടുക്കാൻ ജനം തുനിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ
കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിക്കൊള്ളട്ടെ, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളായിക്കൊള്ളട്ടെ, ഇന്ത്യയിലെ മാർജിനലൈസ് വിഭാഗങ്ങളായിക്കൊള്ളട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാകട്ടെ, ഏതെങ്കിലും വിഭാഗമെല്ലാം ഭാരതത്തിൽ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ നിയമവാഴ്ച തന്നെ അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഘട്ടമറിയായി ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിൽ GDP കണക്കിലെങ്കിലും 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അത് ഏതാനും വർഷത്തിനുള്ളിൽ ജർമ്മനിയെ കൂടി പിന്തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ പോവുകയാണ് ഭാരതം. മാത്രമല്ല സ്പേസിൽ വളരെ വലിയ പവറാണ്. ആദ്യ ഊഴത്തിൽ തന്നെ ചന്ദ്രയാൻ ദൗത്യം വിജയിപ്പിച്ചെടുത്ത ഒരു രാജ്യമാണ് ഭാരതം എന്ന് ഓർക്കണം. ചൊവ്വാഗ്രഹത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ആദിത്യ L1 മിഷൻ എന്നു വേണ്ട ബഹിരാകാശത്തെ വൻ ശക്തിയാണ് ഭാരതം. ഒരു വലിയ ലോഞ്ച് മാർക്കറ്റ് കൂടിയാവും നാളുകളിൽ. അത് മാത്രമല്ല ഒരു തദ്ദേശവൽക്കരണത്തിന്റെ ഭാഗമായി ഫോറിൻ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ടുവന്ന് ട്രംപിന്റെ തീട്ടൂരങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയുന്നതിന് പകരം ആത്മനിർഭർ ഭാരതത്തിന്റെ ചിറകിലേറി തദ്ദേശീയമായി ആയുധങ്ങളും തദ്ദേശീയമായി നമുക്കുള്ള ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന ആഭ്യന്തരമായ വിപണി ശക്തമാക്കാൻ ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം ഭാരതത്തിന്റെ ഭരണകൂടം, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആ ഇച്ഛാശക്തി കാട്ടുമ്പോൾ രാജ്യം അതിന്റെ വില അറിയുന്നു. അതേസമയം ഈ പറയുന്ന നരേന്ദ്രമോദിയും സർക്കാരും അധികാരത്തിലെത്തിയത് ശരിയായ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ചിന്ത ഓരോ ഭാരതീയനെയും വേദനിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും ഇപ്പോൾ ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട കൂട്ടത്തിൽ നിന്നും തുറന്നുവിട്ട ഭൂതം തീർച്ചയായും ഒരുപാട് മനസ്സുകളെ മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ചായോഗം എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരും വരാഴികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചെറിയൊരു സമ്മേളനമാണ് എനിക്ക് തോന്നുന്നത്. ഈ പങ്കെടുക്കാൻ സാധ്യതയുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയും അതിനുള്ള മറുപടി പറയാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ചർച്ചയ്ക്ക് ഒരു ഗാംഭീര്യവും ഗൗരവവും അർത്ഥവും പരപ്പും ആഴവും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഏകപക്ഷീയമായി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് എല്ലാം തലകുലുക്കി സമ്മതിക്കുക എന്നതല്ലല്ലോ. അതുകൊണ്ട് ചർച്ചകൾക്ക് വേണ്ടി കൂടി വഴി ഒരുക്കിക്കൊണ്ട് ഇതിന്റെ കാണാപ്പുറങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചെടുക്കാനുള്ള ഒരു എളിയ ശ്രമം എന്നോടൊപ്പം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും കാട്ടും ഈ ഗ്രൂപ്പിലെ ഈ സൂം മീറ്റിലെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ അതോടൊപ്പം വരും. കാരണം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അച്ഛനും വിൽസൺ സാറും ഒക്കെ എന്നോട് പറഞ്ഞു, വളരെ ഒരു എലീറ്റ് ഓഡിയൻസ് ആണ്. കാര്യമായി പ്രതികരണങ്ങൾ പരമ്പരാഗതമായി ഇത് 265ാമത്തെ സൂം മീറ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ നടക്കുന്ന ഈ സൂം മീറ്റിംഗിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം ഇങ്ങനെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി, മർത്തോമക്കാരല്ലാത്തവരും പക്ഷെ കണ്ടേക്കാം, എനിക്കറിയില്ല, എങ്കിലും മർത്തോമ സഭയുടെ പേരിലുള്ള ഈ കമ്മ്യൂണിറ്റി എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. ഒരു മർത്തോമക്കാരനാണ് എന്നതും മർത്തോമക്കാരായ കുറെ ആളുകൾ ചേർന്ന് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇങ്ങനെ ആഗോള വിഷയങ്ങൾ അല്ലെങ്കിൽ കാതലായ വിഷയങ്ങളിൽ ഗൗരവമായ പ്രഭാഷണങ്ങൾ, ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ഈ ഫോറം, അതിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എനിക്ക് നൽകിയ ഈ ഒരു സ്നേഹത്തിന്, നിങ്ങൾ കാട്ടിയ എന്നിൽ ഉള്ള വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയല്ല. ചർച്ചകൾക്ക് വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം തൽക്കാലത്തേക്ക് തുറക്കുന്നു. തീർച്ചയായും ചർച്ചകൾക്ക് വളരെ ബ്രീഫായി ഓരോ ചോദ്യവും വരുമ്പോൾ, ചർച്ചകളൊക്കെ വരുമ്പോൾ അതിനുള്ള ഉത്തരം ബ്രീഫായി തന്നെ പറയാം എന്ന ഒരു ചിന്തയിലാണിപ്പോൾ. അതുകൊണ്ട് with your permission, may I open this forum for an informed discussion, please. നമ്മൾ സാധാരണ പോലെ നമ്മളുടെ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ഈ വിഷയം നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഫിലിപ്പ് കല്ലട സാർ ആദ്യമായിട്ട്. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സംസാരിച്ച വിഷയത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ആശങ്കയോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാം കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യങ്ങൾ, അറിയുവാൻ ആഗ്രഹിച്ചിരുന്നതും നമുക്കറിയാവുന്നതുമായ കാര്യങ്ങൾ വിശദമായി മോഹൻ വർഗീസ് സാർ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഡെമോക്രസിക്കൊരു കുഴപ്പമുണ്ട്. പൊളിറ്റിക്സ് നമ്മൾ പഠിക്കുന്നതാണ് എപ്പോഴും. അതൊരിക്കലും സ്ഥിരമായിട്ടൊന്നും നിലനിൽക്കുകയില്ല.
ഏറ്റവും കൂടുതൽ കാലം ഡെമോക്രസി നിലനിന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ബാക്കി എല്ലായിടത്തും ആ ശൈശവ ദശയിലാണ്. 79 വർഷം നമ്മൾ അത് നിലനിർത്തി എന്നുള്ളത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്താണ്? ഡെമോക്രസിയിൽ നിന്നും ക്രമേണ അത് ഓട്ടോക്രസിയിലേക്കും ബ്യൂറോക്രസിയിൽ നിന്ന് ഓട്ടോക്രസിയിലേക്കും മാറി മാറിപ്പോയി അവസാനം വീണ്ടും ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പോലുള്ള ഒരു വിപ്ലവത്തിലൂടെ ഡെമോക്രസിയിലേക്ക് വരുന്ന ഒരു ചരിത്രം മിക്ക രാജ്യങ്ങൾക്കുമുണ്ട്. ഇവിടെ അതിന്റെ ഒരു ആരംഭമാണോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആശങ്ക. നമുക്ക് 79ാമത്തെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ ഭംഗിയാണെന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്നാൽ അതിൻ്റെ ആശങ്കയിൽ ഒന്ന്, നാം ഇപ്പോൾ കടന്നു പോകുന്ന നമ്മുടെ രാജ്യം ഏത് സ്ഥിതിയിലാണ്? സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ രാജ്യം ഏത് സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അധികാരമെല്ലാം ഒരാളിലേക്ക് സംക്ഷേപിച്ചിരിക്കുന്നു. ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതവും സമ്പത്തും സമർപ്പിച്ച ആദ്യ പ്രധാനമന്ത്രിക്ക് പകരം മറ്റൊരാളിന്റെ പടം എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ വക്താക്കളായവർ ജുഡീഷ്യറിയിൽ വലിയ വലിയ ജഡ്ജിമാരായിത്തീരുന്നു. രാജ്യത്തിന്റെ പ്രഥമ പൗരയായിരിക്കുന്ന പ്രസിഡന്റിനെ ഒരു മൂലയിലിരുത്തി ആ കർത്തവ്യമെല്ലാം ഒരാൾ ഏറ്റെടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പുള്ള കമ്മിറ്റി തന്നെ ഭരണകർത്താവിന്റെ കയ്യിൽ മാത്രമായി ഒതുങ്ങുന്നു. വിധേയത്വം തെളിയിച്ചവരെ മാത്രം അതിന്റെ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ 5 പില്ലറിനെ കുറിച്ച് ഡോക്ടർ മോഹൻ ഫറീസ് പറഞ്ഞല്ലോ. പരമാധികാരം, സോഷ്യലിസം, സെക്യുലറിസം, റിപ്പബ്ലിക്, ജനാധിപത്യം. ഇവയിൽ സെക്യുലറിസം, സോഷ്യലിസം എന്നിവ എടുത്തു കളയുവാൻ അവർ നേരത്തെ പരിപാടി ആസൂത്രണം ചെയ്തു. എന്നാൽ ഏതാനും സീറ്റുകൾ, അത് ഈ കള്ളത്തരത്തിലൂടെ സീറ്റ് ഒപ്പിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് 24 ഇലക്ഷന് സാധിച്ചില്ല. അടുത്ത ഇലക്ഷനിൽ അതെടുക്കുവാനാണ്. അങ്ങനെ ഒരു സംഗതി നമുക്ക് വേണ്ട. നമുക്കിതൊരു ഒറ്റ രാജ്യം, ഒരു മതം എന്ന നിലയിലേക്ക് മാറുമ്പോൾ എന്തിന് സെക്യുലറിസം, എന്തിന് സോഷ്യലിസം, ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സീറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് നടപ്പിലാകാതെ പോയത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച്. അതാണ് നമ്മുടെ വിഷയം. 90കളിൽ TN ശേഷന് ശേഷമാണ് കമ്മീഷന്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായത്, സാധാരണ ജനങ്ങളിൽ ഉണ്ടായത്. പക്ഷേ നീതിപീഠം അതെന്താക്കി? ഒരാളിന് പകരം 3 പേരെ എലക്ട് ചെയ്തു. ആ 3 പേര് എന്തിനാണെന്ന് ആര് തീരുമാനിച്ചു? ഭരണകക്ഷി തീരുമാനിച്ചു. സുപ്രീം കോർട്ടിലെ അവർ പറയുന്നത് കേൾക്കുന്ന സുപ്രീം കോർട്ടാണ് ഇന്നും അന്നുമുള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രിയും തൻ്റെ ഇഷ്ടക്കാരനായ മറ്റൊരു മന്ത്രിയും കൂടി പ്രതിപക്ഷവും ചേർന്ന് ഒരു കമ്മീഷൻ ഉണ്ടാക്കിയാൽ ആ കമ്മീഷൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ 2 പേരുടെ ഭൂരിപക്ഷമല്ലേ എപ്പോഴും നോക്കൂ. അത് പ്രതിപക്ഷത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതെ പോകുന്നു. പിന്നെ ഇപ്പോൾ നടന്ന ഇലക്ഷനുകൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് സാറ് പറഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത്, അടുത്ത ഇലക്ഷനിലെല്ലാം ഇന്നത്തെ നാളെ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഴുവൻ തെറ്റാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വളരെ ഭദ്രമായിട്ടാണ് ഇലക്ഷൻ നടന്നത്, ഇനിയും മുൻപോട്ട് ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നടത്തും, വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടോ ഇല്ലയോ നോക്കുവാൻ എൻ്റെ വിദഗ്ധരുണ്ട്, ഒരു തകരാറ് സംഭവിക്കുകയില്ല, ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളുമെന്നുള്ള വളരെ അവിശ്വസനീയമായ വാക്കുകൾ കൊണ്ടവർ മൂടപ്പെടും. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, ജനങ്ങളെ ബോധവാന്മാരാക്കുക, പേരുകൾ കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കുക, കള്ളത്തരത്തിലൂടെ ഇല്ലാത്ത പേരുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അപ്പോൾ തന്നെ പരാതി കൊടുക്കുക. ഇതിനൊക്കെ മെനക്കെടുക്കുവാൻ ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? അവരുടെ പാർട്ടി. നമ്മളൊക്കെ പുറമെ നിന്നും സ്റ്റേജിലിരുന്നും പറഞ്ഞൊക്കെ പ്രസംഗിക്കും. എന്നാൽ ഓരോ വീട് വീടാന്തരം ഇറങ്ങി നടന്ന് നോക്കുവാൻ നമുക്ക് ആളുണ്ടോ? കഴിഞ്ഞ ദിവസം അമിത്ഷാ തിരുവനന്തപുരത്ത് തൃശ്ശൂർ വന്നപ്പോൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ 10 വീട് വീതം ഒരാൾ കയറി അതിൻ്റെ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരണം. എനിക്ക് 100 സെക്രട്ടറിമാരുണ്ട്. അവരെ പരിശോധിച്ച് അവരാരാണ്, എന്താണ്, അവരുടെ ജാതി എന്താണ്, അവരെവിടെ വോട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കേരളം മുഴുവൻ അതാണ് അവരുടെ പ്രവർത്തനം. നമുക്കങ്ങനെ പ്രവർത്തനമില്ല. തോറ്റു കഴിയുമ്പോൾ, നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ
പരിതപിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ഇത് ക്രിസ്ത്യാനികളെ മാത്രം പീഡിപ്പിക്കുക പറയുന്ന സംഗതിയല്ല. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ നാം ഒന്നും ഒരക്ഷരം വേണ്ടിയില്ല. കാരണം ഇത് സംബന്ധിക്കുന്നല്ല, ഇത് മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും മൗനമായിട്ട് നമ്മൾ ഇരുന്നു. ഇപ്പോഴാണ് നമുക്ക് നോക്കുവാൻ തുടങ്ങിയത്. അവരെ പിടിച്ചുകൊണ്ട് പോയി പണ്ട് നമ്മൾ പാടിയ കവിത പോലെ ഇനിയും നമ്മെ പിടിക്കാൻ വരുമ്പോൾ ആരും നമ്മൾ ചോദിക്കാൻ കാണുകയില്ല. ജനാധിപത്യം നഷ്ടപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാത്ത സാധ്യതയില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഇരുള് നിറഞ്ഞ കണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൻ്റെ ജനാധിപത്യം ചുരുങ്ങി 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 വരികയാണ്. നമുക്ക് അവിടെ വിജയമുണ്ടായി, GDP വളർന്നു, ചന്ദ്രയാൻ പോയി എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അതൊക്കെ സത്യമായിരിക്കാം, പക്ഷേ അതിനെല്ലാം നേതാവ് ഞങ്ങളാണ്. ഞങ്ങൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. പണ്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതാണ് നെഹ്റുവിനെ എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു എന്ത് കഴിച്ചു ചീത്ത വിളിക്കുവാൻ? അദ്ദേഹം പട്ടിണി രാജ്യമായി നമ്മളെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുവന്നത് ആരും ഓർക്കുന്നില്ല. അങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഞങ്ങളായതിനെല്ലാം അധികാരി, ഞങ്ങളാണെങ്കിലേ ഇതൊക്കെ സാധിക്കൂ, ഞങ്ങളായതുകൊണ്ട് ഇത്ര കോടി രൂപയുടെ റോഡുകൾ തീർന്നു, കെട്ടിടങ്ങളുണ്ടായി, ഇത്ര അമ്പലങ്ങളുണ്ടായി, അമ്പലങ്ങൾ ഓരോരുത്തർക്കും പൂജിക്കാനുള്ള സ്ഥാനമുണ്ടായി, എനിക്കും പൂജിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നമ്മൾ മൗനമായിട്ടിരുന്നാൽ എൻ്റെ ആശങ്ക അസ്ഥാനത്താകുകയില്ലെന്നാണ് എൻ്റെ ഭയം. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ എന്ത് മാർഗമാണ് പുതുതായിട്ട് പറയാനുള്ളതെന്ന് ബഹുമാനപ്പെട്ട മോഹൻ പറി സാർ പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു. Thank you very much, Mr. Philip Kallada. Very, very eloquently spoken about all the concerns that the nation has. അതൊരു ജനത എന്ന നിലയിൽ നമ്മുടെ ഈ ചില വിശ്വാസങ്ങളാണ്, ഈ ഭരണഘടനയിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ചരിത്രത്തെ തമസ്കരിക്കുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. നെഹ്റുവിയൻ ലെഗസിയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടം, നെഹ്റു ലെഗസി എന്നൊന്നും ഉണ്ടാകേണ്ടതില്ല, ന്യായമായ ഫ്രീഡം ഫൈറ്റേഴ്സ് അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തുമ്പോൾ മഹാത്മാഗാന്ധിയുടെയും തലയ്ക്ക് മുകളിൽ വീർ സവർക്കറിന്റെ ചിത്രം വരുന്നത് എന്തിന്റെ സൂചനയാണ്? ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി ആർ വി ഡെൽവിംഗ് ഇൻ ടു എൻ ഓട്ടോക്രാറ്റിക് റെജിമെൻ? ഇതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. കാരണം ഒരു കാലത്ത് ഏകാധിപത്യം ഭാരതത്തിൽ നിലവിൽ വന്നാൽ, സമഗ്രാധിപത്യം മുസോളിനിയുടെ ഫാഷിസം പോലെയോ ഹിറ്റ്ലറുടെ നാസിസം പോലെയോ ഒക്കെ ഒരു ഘടന വന്നാൽ അത് ജനാധിപത്യത്തിന്റെ തേരിലേറി പുതിയൊരു പരീക്ഷണത്തിലൂടെയാണോ എന്ന ഒരു ചിന്ത പലരിലുമുണ്ട്. ആ ചിന്തയാണ് കുറച്ച് വ്യക്തമായി ശ്രീ ഫിലിപ്പ് കല്ലട ഇവിടെ പറഞ്ഞു വെച്ചത്. ആ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി. ജാഗരൂകരായിരിക്കണം. രാജ്യത്തിനു വേണ്ടി, ജനതയ്ക്ക് വേണ്ടി ജാഗരൂകരായിരിക്കേണ്ടത് പ്രതിപക്ഷങ്ങൾ കൂടിയാണ്. ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ, അതിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, പ്രവർത്തകന്മാരെ ഉദ്യമിപ്പിച്ചുകൊണ്ട് അത് പരിശോധിക്കാനുള്ള ആർജവം പ്രതിപക്ഷങ്ങൾ കാട്ടുന്നിടത്തോളം ഈ പുഴുക്കുത്തുകളെ തടയാൻ സാധിക്കും. ഇപ്പോഴത്തെ ചർച്ച പ്രധാനമായും EVM ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. കാരണം പലപ്പോഴും അത് ടെക്നോളജി ഇൻഡ്യൂസ്ഡ് ആണ്. ഇതിനകത്ത് ഒരു ടെക്നോളജിയുമില്ല. ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിക്കും. പക്ഷേ ബോംബെ പോലെ അല്ലെങ്കിൽ മദ്രാസ് പോലെ ബാംഗ്ലൂർ പോലെ ഇപ്പോൾ ഒരു മഹാനഗരത്തിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരെ പാർട്ടിക്കാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഒരു ഫ്ലാറ്റിൽ തന്നെയുള്ള തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളെ അറിയാൻ വയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നഗരമണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഈ ഐഡന്റിഫിക്കേഷൻ, വ്യാജ വോട്ടർമാർ, തെറ്റായ വോട്ടർമാർ, അവരുടെ വിലാസങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകർക്ക്, പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നഗരമണ്ഡലങ്ങൾ മാത്രമല്ല ഇന്ത്യയിലുള്ളതെന്ന് ഓർക്കണം. ഈ കരട് വോട്ടർ പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷങ്ങൾ എവിടെയായിരുന്നു എന്ന ഒരു ന്യായമായ ചോദ്യം ഭരണപക്ഷവും ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു മുട്ടാത്തർക്കമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ പോലും കുറച്ച് കാര്യം അതിനകത്തുമുണ്ട്. അതുകൊണ്ടാണ് വിജിലന്റ് ആയിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ നാളെ നടക്കാൻ പോകുന്ന, എനിക്കും ഇത് തന്നെയാണ്, ഞാൻ ശ്രീ ഫിലിപ്പ് കല്ലട പറഞ്ഞ ഒരു ചിന്തയോട് ഞാൻ യോജിക്കുകയാണ്. ഇവിടെ എല്ലാം ഭദ്രം എന്ന് പറയാൻ മാത്രമായിരിക്കും നാളെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുക.
ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 100 കാര്യങ്ങളിൽ 2 or 3 കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അതിലൊരു കാര്യം, ഇവിടെ 7 മണ്ഡലങ്ങളല്ല, ബാംഗ്ലൂർ സെൻട്രലിന്റെ പരിധിയിൽ 8 നിയമസഭാ സെഗ്മെന്റ് ആണുള്ളത്. അതൊരു ബേസിക് എററാണ്. 7 രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് എടുത്തു പറയാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരു മണ്ഡലത്തിൽ ഒഴിച്ചു മറ്റെല്ലായിടത്തും കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു, BJPക്കായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ഭൂരിപക്ഷം എന്ന് പറഞ്ഞതും തത്വത്തിൽ തെറ്റാണ്. 4 മണ്ഡലങ്ങളിൽ BJPയും 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസും ലീഡ് ചെയ്തു എന്നതാണ് സത്യം. അപ്പൊ ഈ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അവിടെയാണ് ഈ കോൺഗ്രസ് പാർട്ടി 99 കാര്യങ്ങൾ ശരിയായി ചെയ്യുകയും ഒരു കാര്യത്തിൽ പാളിച്ച പറ്റുകയും ചെയ്യുമ്പോൾ ഇത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഇല്ലാതെ പോകുന്നു. ഭരണമുള്ള കർണാടകത്തിൽ പോലും അതില്ലാതെ പോകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സംഘടനാപരമായ ദൗർബല്യം, പഠനത്തിലെ ദൗർബല്യം നോക്കൂ. CPM-നെ നോക്കൂ, BJP-യെ നോക്കൂ, ഈ കേഡർ സംവിധാനമുള്ള പാർട്ടികളെ നോക്കൂ. അവരെ കൂലങ്കഷമായി ചിന്തിച്ച് പരമാവധി വോട്ടുകൾ പോളിംഗ് ബൂത്തിലെത്തിക്കുകയും ഈ കള്ളവോട്ടുകൾ എന്ന രൂപത്തിൽ മാത്രമല്ല, ചേർക്കാവുന്ന രീതിയിൽ എല്ലാം തന്നെ അവസാന വോട്ടും ചേർക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ സംവിധാനമുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന ഒരു പാഠം കൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു മാസ് പാർട്ടിയാണ്. ഒരു ആവേശത്തിന്റെ പുറത്ത്, ഒരു വികാരത്തിന്റെ പുറത്ത്, ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ആളുകൾ ഇങ്ങനെ അവസാന നിമിഷം വലിയ കോളിളക്കം ഉണ്ടാകും. വലിയ സോണിയാഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക വരുന്നു, വലിയ ഓളമുണ്ടായി. ആ ഓളത്തിന്റെ അടിസ്ഥാനത്തിൽ ജനം പോയി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു പതിവാണ്. അത് ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് നടക്കാതെ വന്നേക്കാം. കാരണം ഘടനാപരമായി തന്നെ ഇത് അട്ടിമറിക്കാനുള്ള ബുദ്ധി വൈഭവം കേഡർ പാർട്ടികൾ ആർജിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ജാഗരൂകരായി ഇരിക്കുക എന്നതല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ടും എനിക്ക് അവിടെ പറയാൻ കഴിയുന്നില്ല. അവിടെ തന്നെ ഇലക്ട്രൽ റോളിന്റെ കാര്യമാണെങ്കിൽ മുളയിലെ ഞുള്ളാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ കൂട്ടുനിന്നേക്കാം, ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ പാർഷ്യലായിട്ട് പെരുമാറിയേക്കാം. പക്ഷേ നിതാന്ത ജാഗ്രതയിലൂടെ അത് മറികടക്കാൻ പ്രതിപക്ഷം വിചാരിച്ചാൽ കഴിയും. നമ്മൾ ഓരോരുത്തർക്കും കഴിയും. പ്രതിപക്ഷം മാത്രമല്ല, ഇത് ആർക്കും സമീപിക്കാവുന്നതാണ്. അപ്പൊ അവിടെ ഒരു മെല്ലപ്പോക്ക്, ഇതെല്ലാം തന്നെ ആരെങ്കിലും നോക്കിക്കൊള്ളും, എല്ലാം ശരിയാകും, പ്രശ്നമായി കഴിയുമ്പോൾ, തോറ്റു കഴിയുമ്പോൾ പരാതിയുമായി നമുക്ക് ഇറങ്ങാം എന്ന് പറയുന്നത് അത്ര ആരോഗ്യപരമായ ഒരു നിലപാടല്ല എന്നാണ് എന്റെ ഒരു ചിന്ത. പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു, ജുഡീഷ്യറി ഹാസ് ബീൻ കോംപ്രമൈസ്ഡ്, ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഹാസ് ബീൻ കോംപ്രമൈസ്ഡ്. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഓൾ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ കോംപ്രമൈസ്ഡ് വൺ ടു സം എക്സ്റ്റെന്റ് ഓർ ദി അതർ. വളരെ ഗുരുതരമായ അവസ്ഥാവിശേഷമാണ്. കാരണം ശ്രീ ഫിലിപ്പ് കല്ലട സൂചിപ്പിച്ചതുപോലെ ഒരു സംവിധാനത്തിൽ വിശ്വാസമില്ലാതെ വന്നാൽ ഈ ജനാധിപത്യം ഒട്ടോക്രസിയിലേക്കും മോബോക്രസിയിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുക ഒരു വിപ്ലവമാണ്. അത് രാജ്യത്തെ ശിഥിലമാക്കുന്ന ഒന്നാണ്. കുറെ കാലമൊക്കെ വീരവാദം പറഞ്ഞുകൊണ്ടും ചന്ദ്രയാൻ മംഗളയാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും വീരകഥകൾ പറഞ്ഞുകൊണ്ടും ആത്മനിർഭര ഭാരത് പറഞ്ഞുകൊണ്ടും ഒക്കെ നിലനിൽക്കാം. പക്ഷെ എക്കാലത്തും ആ റെറ്ററിക്ക് മതിയാവില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയുടെ മതനിരപേക്ഷ പശ്ചാത്തലത്തെ എല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ, പ്ലൂറാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് പോകാവൂ. കാരണം ഇന്ത്യ സോ ഹെട്രോജനസ് എ കൺട്രി. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യോജിച്ച പ്രക്ഷോഭം ഗാൽവനൈസ് ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ ഭൂമികയാണ് ഇന്നത്തെ ജിയോഗ്രാഫിക്കൽ ഇന്ത്യ എന്ന് ഓർക്കണം. അല്ലാതെ അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പം മാത്രമാണ്, ഒരു എൻറ്റിറ്റി ആയിരുന്നില്ല, അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഒരു എൻറ്റിറ്റിയായി, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി മാറ്റിയെടുത്തതിൽ കോമൺ എനിമി, ഫൈറ്റ് അഗൈൻസ്റ്റ് ദ കോമൺ എനിമി, ആ കോമൺ എനിമിക്കുള്ള ഫൈറ്റിൽ എത്രത്തോളം ഇപ്പോൾ ഈ ഘടനകളെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്ന കക്ഷികൾ ആ ഘടനകളോട്, ബ്രിട്ടീഷ് ഭരണത്തോട് എത്രത്തോളം ചേർത്ത് നിന്നു എന്നും എത്രത്തോളം പടപൊരുതി എന്നും ദേശീയത എവിടെയായിരുന്നു എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ മറുപുറത്തും ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ ഒരു 2 ഭാഗത്തും ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിൽ ഒരു ഡിബേറ്റ് ഉണ്ടാകുന്നത്. അത് ആരോഗ്യപരമായ ഡിബേറ്റ് ഉണ്ടാവുകയും ഗോദി മീഡിയ ഉണ്ടാകാൻ പാടില്ല, പാർഷ്യലായ മാധ്യമങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പെയ്ഡ് ന്യൂസ് ഉണ്ടാകാൻ പാടില്ല, എംബഡഡ് ജേർണലിസം ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോ ഒരു പത്രപ്രവർത്തക ലോകത്താണ്, അല്ലെങ്കിൽ ഞാൻ പത്രപ്രവർത്തകൻ അല്ല എങ്കിൽ പോലും ഐ എം എ ഫേസ് ഇൻ ദി മീഡിയ. അപ്പോൾ ഞാൻ ഉൾപ്പെടെ പല മാധ്യമങ്ങളിലും അപ്പിയർ ചെയ്യും. അപ്പൊ അവിടൊക്കെ പരമാവധി നിഷ്പക്ഷത പുലർത്തുക, മാധ്യമധർമ്മം, ഈ പൊരുൾ തിരിക്കുക. ഒരു നിലപാടെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ഒരു മാധ്യമത്തിന്റെ നിലപാടെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ
വസ്തുതകളായി അവതരിപ്പിച്ചതിന് ശേഷം വേണം ഇതാകുന്നു ഞങ്ങളുടെ നിലപാട് എന്ന് പറയാൻ. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു. എന്താണ് നിലപാട്? ആക്ഷേപങ്ങൾ പരിശോധിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് പപ്പു ഖാൻ എന്നും ഒക്കെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് ഞങ്ങൾ പുല്ല് വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം 100 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 90 കാര്യങ്ങളെങ്കിലും ശരിയാണെങ്കിൽ, വസ്തുതാപരമായി ശരിയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. 10 കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെന്ന് തന്നെ പറയണം. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും കൈപ്പിഴയോ അബദ്ധമോ അബദ്ധ പ്രസ്താവനയോ ഉണ്ടായാൽ ഇതെല്ലാം അബദ്ധ പഞ്ചാംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തി നിൽക്കുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനോ ഭരണഘടനാ സ്ഥാപനങ്ങളോ നിൽക്കാൻ പാടില്ല. അന്വേഷിക്കുക തന്നെ വേണം. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽസ്. അതായത് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് സബ്ജക്ട് ടു അമെൻഡ്മെന്റ്. അവിടെയാണ് ഒരു കാരണവശാലും ഈ ബേസിക് സ്ട്രക്ചർ ഷാൽ നോട്ട് ബി കോംപ്രമൈസ്ഡ്. ജനാധിപത്യം ഒരു ബേസിക് സ്ട്രക്ചറാണ്. അതിന്റെ കാവൽ മാലാഖയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത തീർച്ചയായും ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് എന്ത് വില കൊടുത്തും സംരക്ഷിച്ചേ മതിയാകൂ, അല്ല എങ്കിൽ ഇന്ത്യ ഇല്ല എന്നതാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം തീർച്ചയായും അന്വേഷിക്കണം, നിഷ്പക്ഷമായി അന്വേഷിക്കണം. ഇലക്ഷൻ കമ്മീഷൻ അതിന് മുൻകൈ എടുക്കണം. മുട്ടാത്തർക്കങ്ങളോ തൊടുന്യായങ്ങളോ പറഞ്ഞ് കൈ കഴുകാൻ നോക്കാതെ അന്വേഷിക്കുക തന്നെ വേണമെന്നത് എന്റെ അഭിപ്രായം. താങ്ക് യു സാറേ. ഇപ്പോൾ വിൽസൺ കരിമന്നൂർ സാർ. എനിക്ക് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന EVM എന്തുകൊണ്ട് മാറ്റിക്കൂടാ? EVM ഈ വികസന രാജ്യങ്ങളിലെങ്ങും നിലവിലില്ലാത്ത ഒരു സംവിധാനം. ഇത് ഇന്ത്യയില് പരീക്ഷണാർത്ഥം ആരംഭിച്ചു. അന്ന് ടെക്നോളജിയുടെ തുടക്ക കാലഘട്ടമായിരുന്നു. ആ ലെവലിലൊന്നും അവിടെ അന്ന് മാൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചും കാണുകയില്ല, ശരിയായിരുന്നു. എന്നാൽ ഇന്ന് ആരൊക്കെയാ ഈ EVM ഏറ്റവും ശക്തമായിട്ട് എതിർത്ത് ഇവിടെ ഇന്ത്യയെ പറഞ്ഞ്? ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമി എല്ലാവർക്കും അറിയാമല്ലോ, ഭരണകക്ഷിയുടെ MP ആയിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ തിരിമറികൾ നടത്താമെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഇലക്ട്രോണിക്സ് ബിസിനസിന്റെ മുമ്പ് നിൽക്കുന്ന ആളാണ് ഇലോൺ മാസ്ക്. അതായത് സ്വന്തമായിട്ട് പേടകം ഉണ്ടാക്കി ബഹിരാകാശത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്ന ആളാണ്. എല്ലാ ടെക്നോളജികളും കസ്റ്റഡിയിലുണ്ട്. ലോകത്തിന് ഇലക്ട്രിക്കൽ കാർ സംഭാവന ചെയ്ത ടെസ്ല ഉൾപ്പെടെയുള്ളതിന്റെ ഉടമയായ ഇലോൺ മാസ്ക് പറയുന്നു ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ എന്ത് വേണേലും കാട്ടാം. പറയുന്നു 2017 ഗുജറാത്ത് സ്റ്റേറ്റ് നടന്ന ഇലക്ഷനിൽ ഏകദേശം 30ഓളം മണ്ഡലത്തിൽ ഇലക്ട്രോണിക്സ് മെഷീൻ തിരിമറി കാണിച്ചു എന്ന് അന്ന് ഞാൻ ഗുജറാത്തിൽ വർഷങ്ങൾ ജീവിച്ച ആളായതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളായ ഗുജറാത്തികൾ എന്നോട് പറഞ്ഞ കാര്യം. ഇലക്ഷന്റെ തലേദിവസം ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, അന്ന് ആഭ്യന്തരമന്ത്രി അല്ലായിരുന്നു, അമിത്ഷാ പറഞ്ഞു ഇന്ന ആൾക്കാര് ഈ തവണ ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ഷനിൽ തോൽക്കുമെന്ന് പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ട് ജനകീയ പിന്തുണ ഏറ്റവും ഉള്ള 5 നേതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ തവണ ഈ 5 പേര് തോക്കുമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 5 പേരും തോറ്റു. ശക്തമായ അലിഗേഷൻ വന്നെ. അന്ന് ഈ പട്ടേൽ ലോബി മുഴുവൻ അവിടുത്തെ സർക്കാരിനെതിരായിരുന്നു. അവിടെ 30-ലധികം സീറ്റ് പിടിച്ചെടുത്തത് കൊണ്ടാണ് അന്ന് ഭരണത്തിൽ വന്നതെന്നാണ് ഇവിടെ ശക്തമായ ഒരു ആരോപണമുണ്ട്. രണ്ടാമത് ആ ലെവലിൽ അന്നൊക്കെ നടക്കുന്ന ഇലക്ഷനിലെ തന്ത്രം എന്ന് പറഞ്ഞതിന്റെ പ്രോഗ്രാമുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന. അത് ഇപ്പോഴും ആ ഒരു പരിധി വരെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീന്റെ പ്രോഗ്രാമുകളിൽ കൈയെടുത്ത. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനത്തിന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടാത്ത രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. എനിക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ച്, ഇതിനൊന്നും തെളിവുകളൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനില് തുടർച്ചയായിട്ട് ആർക്ക് വോട്ട് ചെയ്താലും ഒരേ പാർട്ടി ചിഹ്നത്തിൽ പോവുകയല്ല. അതിന്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് 4 വോട്ട് അല്ലെ 3 വോട്ട് തുടർച്ചയായിട്ട് കറക്റ്റ് ആർക്ക് വോട്ട് ചെയ്യുന്നു ആ ആളിന് കിട്ടും. 4ാമത്തെ ഒരു വോട്ട് അവരെ ആർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നു അവർക്ക് കിട്ടും. അതുകൊണ്ട് 5ാമത് വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് വോട്ട് വരും. അതിന്റെ ഒരു ക്രമീകരണത്തില് 10 വോട്ട് ചെയ്യുമ്പോൾ 2 വോട്ട് ട്യൂൺ ചെയ്ത ആളിന് കിട്ടും. ഒരു കാരണവശാലും അത് പിടിക്കാൻ പറ്റത്തില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്കൊക്കെ പരാതികള്
കേരളത്തിൽ ഉൾപ്പെടെ വന്നു പല ആൾക്കാരും പരാതി പറഞ്ഞു, ഞാൻ ചെയ്ത വോട്ടല്ല അവിടെ വീണത്, വേറെയാ വന്നെന്ന് പറഞ്ഞു. ഈ VVPAT ഒക്കെ എന്ന് പറയുന്ന സംഭവം എത്രമാത്രം സുതാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അത് മൊത്തം എണ്ണുന്നുമില്ല. അപ്പോഴേ സംഭവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരാളുടെ ഒരു വോട്ട് ഇലക്ട്രോണിക്സ് മെഷീനിൽ അവരുദ്ദേശിക്കാത്ത കാൻഡിഡേറ്റിന് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ ബന്ധപ്പെട്ടവർ വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത വോട്ടുകൾ പിന്നെയും കുത്തി നോക്കും. ആ സമയത്തെല്ലാം കറക്റ്റും. 4 വോട്ടൊന്നും ആരും ടെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് ഹരിയാനയില് സംഭവിച്ച സംഭവം, ഹരിയാനയിൽ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നതിന്റെ ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ വരെ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം. പക്ഷെ അവസാന സമയം വന്നപ്പോൾ അവിടെ കോൺഗ്രസ് വളരെ താഴോട്ട് പോയി. അത് വിദൂര സ്ഥലത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കൗണ്ടിങ് സമയത്ത് പോലും ഇതിന്റെ പ്രോഗ്രാമുകളിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ ഇവിടെ സാറ് പറഞ്ഞ മോഹൻ വർഗീസ് സാറ് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ, ഞാൻ മഹാരാഷ്ട്രയിൽ ജീവിക്കുന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിലെ ഒരുമാതിരിപ്പെട്ട ആരും വിചാരിച്ചില്ല ഇന്ന് ഭരിക്കുന്നവരിവിടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അതുപോലുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ നിലവിൽ. പക്ഷെ അവിടെ അട്ടിമറിച്ചത് പോളിംഗിന്റെ അവസാന സമയത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ പോളിംഗ് അവസാനിക്കാവുന്ന ഏതാനും 10-30 മിനിറ്റുകൾ കൊണ്ട് വളരെയധികം വോട്ട് അവിടെ രേഖപ്പെടുത്തി. അത് തന്നെയല്ല, ടോട്ടൽ വോട്ടിനേക്കാൾ കൂടുതൽ ആക്ച്വൽ റെക്കോർഡിംഗ് കാണിച്ച പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ വന്നതായിട്ട് പല പരാതികൾ വന്നു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 40 ദിവസത്തിന്റെ പരിധികളും ഒക്കെ പറഞ്ഞ് ഇതെല്ലാം സുതാര്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് അങ്ങനെ സുതാര്യമാകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഏത് വഴിയാ, ഇപ്പൊ സാറിനോട് ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഈ രാജ്യത്തുനിന്ന് മാറ്റണം. മറ്റ് വികസന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ പോലെ പേപ്പർ പണ്ട് നമ്മൾ ചെയ്ത പോലുള്ള ബാലറ്റ് പേപ്പറിലെ വോട്ട് ഇവിടെ പുനഃസ്ഥാപിക്കാൻ എന്ത് രീതിയിൽ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. അതാണ് ഇവിടുത്തെ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു ഘടകം. ആ കാര്യമാണ് എനിക്ക് ഒന്നാമതായിട്ട് ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ RSSന്റെ 100ാം വാർഷികം 1925 ആരംഭിച്ച ഈ പ്രസ്ഥാനം 2025 ആവുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അവര് പല അജണ്ടകളുണ്ട്. അതിപ്പം മറ്റുള്ളവർ ആഹാരം കഴിക്കേണ്ടത് പോലും ഞങ്ങൾ തീരുമാനിക്കുന്ന രീതി ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും പല ഫെസ്റ്റിവലുകളോടടുത്ത് പലർക്കും ആഹാരത്തിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവുന്ന സാഹചര്യത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ വയറ്റില് എന്താണെന്ന് വയറ്റിലോട്ട് നോക്കുന്ന അവസ്ഥയിലേക്ക് ഫ്രിഡ്ജ് തപ്പി അതിനകത്തിരിക്കുന്ന ആഹാര വസ്തുക്കൾ എടുക്കുക. ഇതുപോലെ ഹിന്ദി ദേശവൽക്കരിക്കുക. ഹിന്ദി ഒരു രാജ്യം ഒരു ഭാഷ എന്നുള്ളതിലേക്ക് പോകും. അതിന്റെ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് ഇവിടെ മഹാരാഷ്ട്രയിൽ വലിയ പ്രശ്നം ഉണ്ടായ ഒരു വിഷയമാണ്. അതായത് മുഖ്യ പാഠ്യപദ്ധതി ഹിന്ദി ആക്കണം എന്നുള്ളൊരു വിഷയം വന്നു. പിന്നെ അത് വലിയ ബഹളമൊക്കെ ആയിട്ട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പൊ ആ വിഷയം രണ്ടാമത്. അവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഏറ്റവും വലിയ അക്കിടി 3/2 ഭൂരിപക്ഷം പാർലമെന്റിൽ കിട്ടും. പക്ഷെ അവര് ജനങ്ങളുടെ പിന്തുണ അതുപോലെ ഉണ്ടെന്നുള്ള ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് മുഴുവൻ സ്ഥലത്തും ഈ തിരിമറികൾ നടത്തിയില്ല. കാര്യം 100-100 ഉറപ്പുള്ള ഇവൻ അയോധ്യ പോലുള്ള മണ്ഡലങ്ങളിലൊന്നും തിരിമറി നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടെയൊക്കെ തോറ്റുപോയത്. പക്ഷെ 3/2 ഭൂരിപക്ഷം വരികയും 2025 ഇന്ത്യയുടെ ഭരണഘടന മതേതരത്വം എടുത്തു കളഞ്ഞ് ഒരു മതാധിഷ്ഠിത ഭരണഘടനയാക്കുവാനായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു. അത് നടന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി പല അട്ടിമറികൾ കാണിച്ചതാണ്. ഇതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അതിനോട് ചേർത്ത് ഇറ്റാലിയൻ ലേഖൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഉംബർട്ടോ എക്കോ പറഞ്ഞതുപോലെ ഫാസിസത്തിന്റെ 14 ലക്ഷണങ്ങളിൽ 13 ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറി മാത്രം ഇല്ലെന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇവിടുത്തെ ക്രിസ്ത്യാനികള് വളരെയധികം ന്യൂനപക്ഷമാണ്.
എന്നാൽ പോലും ഈ മുമ്പേ ഫിലിപ്പ് കല്ലട സാറ് പറഞ്ഞ പോലെ ആ എന്നിലേക്ക് വരുമ്പോഴേ ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുള്ളതെന്ന് ഹിറ്റ്ലറിന്റെ സമയത്ത് അവിടെ രചിക്കപ്പെട്ട ആ കാവ്യം പോലെ നമ്മൾ ഇതൊന്നും അറിയാതെ ഇപ്പോഴും നമ്മുടെ മുഖ്യ എതിരാളി ആരാന്ന് പറയാൻ മറ്റൊരു ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞു. ഇന്ന് എനിക്ക് ഏറ്റവും ലജ്ജ തോന്നിയ ഒരു സംഭവം, ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 കന്യാസ്ത്രീകള് ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ BJP അധ്യക്ഷന്റെ അടുക്ക പോയി നന്ദി പറയുന്ന ഒരു സീൻ ഇന്ന് TV കണ്ടു. കാരണം ജാമ്യം കിട്ടിയത് അവരുടെ ശ്രമഫലമായിട്ട്. അതിനർത്ഥം കോടതി ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നു, ജാമ്യം ജഡ്ജികളുടെ കൈകളിലല്ല, ഇവിടുത്തെ ഭരണകക്ഷിയുടെ കയ്യിലാണ് ജാമ്യം പോലും നിൽക്കുന്നതെന്ന് തോന്നുമാറുന്നുള്ള ഒരു രീതി വന്നു. അതിനെപ്പറ്റി മോഹൻ സാറിന്റെ ഒന്ന് അഭിപ്രായം കേട്ടാൽ കൊള്ളാം. ഈ 3 പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. സാറ് പ്രതികരിച്ചാൽ. 3 കാര്യങ്ങളാണ് ശ്രീ വിൽസൺ സൂചിപ്പിച്ച 3 ഡയമെൻഷൻസ്. അതിലെ 3ഉം ഞാൻ ബ്രീഫായി പ്രതികരിക്കാം. എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബ്രീഫായി പ്രതികരിക്കാം. ഒന്ന്, EVM-ന്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ. EVM പൂർണ്ണമായി ഒഴിവാക്കാവുന്നതാണോ? ഒഴിവാക്കാം, തീർച്ചയായും. എനിക്കത് പറയാനുള്ളത് പലപ്പോഴും ഈ ആണവ ഊർജം ഉൾപ്പെടെ വികസിത ലോകത്തെ രാജ്യങ്ങൾ പലതും, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അത് നന്ന് എന്ന് കരുതി ചെയ്ത പലതും, EVM ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വികസിത ലോകത്തെ രാജ്യങ്ങൾ ഒന്നൊന്നായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിദൂര നിയന്ത്രിത സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ സുതാര്യത വളരെ വളരെ പരിപാവനമായ കാര്യമാണ് ഇലക്ഷൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ടാമ്പർ പ്രൂഫായ ഒരു സംവിധാനം. അത് ബാലറ്റാണ്. പക്ഷേ 2 കാരണങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായും ഫലവത്താകണമെന്നില്ല. ഒന്ന്, EVM മാത്രമല്ല ഇവിടെ പ്രശ്നം. ഒരു ഇലക്ഷൻ അട്ടിമറിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞതുപോലെ ഇലക്ട്രൽ റോളിൽ തന്നെ തിരിമറികൾ കാട്ടിക്കൊണ്ട് എങ്ങനെയും ഘടനകളെ വരുതിയിലാക്കാനുള്ള ഒരു വൈഭവം ഇപ്പോഴത്തെ ഭരണപക്ഷം കേന്ദ്ര സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് EVM മാത്രം പരിഷ്കരിച്ചുകൊണ്ട് ആകുന്നില്ല. 2, EVM, എനിക്ക് EVM-നെ കുറിച്ച് കാര്യമായ സംശയമില്ല. അതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ചും സംശയമില്ല. കാരണം ഞാൻ ടെക്നോക്രാറ്റ് ആയതുകൊണ്ടല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട്. ഞാൻ നിന്നിട്ടുള്ള EVM ഓപ്പറേറ്റഡ് മെഷീനുകൾ ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. കാരണം ഞാൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്ന ഒരാളാണ്. പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ EVM പരിശോധിക്കേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ അന്ന് എന്റെ ചുമതലയാണല്ലോ. അപ്പൊ ഞാൻ 50 അല്ല 100 വരെ വോട്ടുകൾ ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം പലരും ഈ ആരോപണം അവസാന ഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി അതേ ഇതിൽ തന്നെയാണ് ആ ഫോർമാറ്റ്. 4 വോട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് 5ാമത്തെ വോട്ട് വേറൊരു കക്ഷിക്കാണ് ചെയ്യുന്നത് എന്നത് എന്റെ ശ്രദ്ധയിൽ നേരിട്ട് പെട്ടിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നർത്ഥമില്ല. ഞാൻ കൈകാര്യം ചെയ്ത ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ സുതാര്യമായതുകൊണ്ട് അത് തീർച്ചയായും ടാമ്പർ പ്രൂഫ് ആണെന്ന് എനിക്ക് കരുതാനാവില്ല. യഥാർത്ഥത്തിൽ അത് റീസെറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ചെയ്യുമ്പോൾ വിദൂര സംവിധാന നിയന്ത്രണം ഉപയോഗിച്ച് ഇങ്ങനെയൊന്നും നിയന്ത്രണമില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ടെക്നോക്രാറ്റുകളും കൃത്യമായി പറയുന്നില്ല, അത് വെളിയിൽ നിന്ന് നിയന്ത്രിക്കാനാവുമെന്ന് പറയുന്നില്ല. പക്ഷേ ഞാനതുകൊണ്ടാണ് പേജറിന്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് പേജർ ഒരു രീതിയിലും വെളിയിൽ നിന്ന് നിയന്ത്രണത്തിന് അതീതമാണ്. എങ്കിലും ആ പേജർ പൊട്ടിത്തെറിച്ച് വലിയ കലാമിറ്റീസ് ഉണ്ടായ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് പോളിന്റെ സമയത്ത് ചെയ്യുന്ന വോട്ടെല്ലാം കറക്റ്റ് ആണ്. അതിനുശേഷം ഒരിക്കൽ മോക്ക് പോൾ നിർബന്ധമായി ചെയ്തിരിക്കണമല്ലോ. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം റീസെറ്റ് ചെയ്ത് വീണ്ടും സജ്ജമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാൽവെയറിന്റെ പണി തുടങ്ങുകയായി എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഇതുവരെ ഒരൊറ്റ പ്രൂഫും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലെ പല ഇടങ്ങളിൽ, ബീഹാർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വളരെ സ്മൂത്തായിട്ടാണ് ഇപ്പോഴും ബൂത്ത് പിടുത്തം നടക്കുന്നത്. ആ മേഖലയിൽ പരിപൂർണ ശാന്തതയായിരിക്കും. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തിണ്ണമെടുക്കുള്ള ഒരു സ്ഥലത്ത് അവരിടവഴിയിലൊക്കെ ആളെ നിർത്തും. എന്നിട്ട് സംവിധായകരോട് പറയും, നിങ്ങൾ വെറുതെ മെനക്കെടേണ്ട ആവശ്യമില്ല, ഗാവാലാസ്, നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഞങ്ങൾ വേണ്ടത് ചെയ്തു കൊള്ളാം. പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോടും പറയും, വളരെ സമാധാനപരമായി. കാരണം അവർ ചെയ്തങ്ങ് ഇടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്യാമറകൾ വേണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്യാമറയുടെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമാണ്. 1.5 മാസത്തിനുള്ളിൽ ആ ചിത്രങ്ങൾ മാഞ്ഞു പോവുകയാണ്. അപ്പം ഒരിടത്ത് പിഴച്ചാൽ മറ്റൊന്ന്,
അപ്പൊ ഒരുപാട് തലങ്ങളിൽ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കാര്യത്തിൽ, ക്യാമറയുടെ കാര്യത്തിൽ, ഈ ആളുകളെ ഭയപ്പെടുത്തി വെളിയിലോട്ട് വിടുക, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ തന്നെ എത്താതെ തന്നെ കാര്യം സാധിക്കുക, അല്ലെങ്കിൽ ബോഗസ് വോട്ടർമാരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇനി ക്യാമറയുടെ മുമ്പിൽ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള ബോഗസ് വോട്ടർമാരെ മാത്രം അണിനിരത്തിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചാൽ മതിയാകും. ഈ പോളിംഗ് ബൂത്തിനകത്ത് ക്യാമറ സംഘടിപ്പിക്കാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ട് മഷി പുരട്ടുന്നത് ഒരിക്കലും ക്യാമറയിൽ വരില്ല, എഴുതുന്ന ക്യാമറയിൽ വരില്ല, വോട്ട് ചെയ്യുന്നത് ക്യാമറയിൽ വരില്ല. ഇതിന് പുറത്ത് മാത്രമേ ഉള്ളൂ വെബ്കാസ്റ്റ് എന്ന് പറയുന്ന ക്യാമറ സംവിധാനം. അതുകൊണ്ട് അട്ടിമറിക്കാനുള്ള തീരുമാനമെടുത്താൽ അത് എന്ത് ബൈ ഹുക്ക് ഓർ ദ ക്രൂക്ക് അട്ടിമറിക്കാൻ ഇപ്പോഴും സാധിക്കും. EVM മാറ്റി ബാലറ്റിലേക്ക് പോയാൽ പോലും അട്ടിമറി സാധ്യത ഉണ്ട് എന്നാണ് എന്റെ പക്ഷം. ഇതൊരു കൾച്ചറിന്റെ വിഷയം കൂടിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും ആ നിർദ്ദേശം എന്ന നിലയിൽ ഗൗരവമായി ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ട്, ഈ സവർക്കറുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വന്നതും RSSനെ പ്രകീർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞതും RSSന്റെ 100ാം വാർഷികം 2025 ഏതാനും ദിവസത്തിനുള്ളിൽ RSSന്റെ 100ാം വാർഷികം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ സാധിക്കുമെന്ന് RSS പോലും വിശ്വസിച്ചിട്ടില്ല. RSSന്റെ ഒരു ചിന്ത, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം 2047 വികസിത ഭാരതം എന്ന് പറയുകയും ആ വികസിത ഭാരതം ഒരു മോണോലിത്തിക് രൂപത്തിലുള്ള ഭാരതമായിരിക്കുകയും, അതായത് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ ഭാരതം, അവിടെ ഒരു മതനിരപേക്ഷത അവിടെ ഉണ്ടാകേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ ഇന്ത്യയെ പാർലമെന്ററി ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയിൽ 1976 അത് കടന്നു വരുന്നത്. അത് മറ്റൊരു അമെന്റ്മെന്റിലൂടെ നിയതമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചാൽ 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ലഭിക്കുകയും ഒരുപക്ഷെ ഈ 50% സംസ്ഥാന നിയമസഭകളിൽ, അതായത് ഒരു 28 സംസ്ഥാനങ്ങളാണുള്ളത്, അതുകൊണ്ട് 15 സംസ്ഥാന നിയമസഭകളിലെങ്കിലും 50% നിയമസഭകളിൽ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ ഇത് നടക്കും. പ്രൊവൈഡഡ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഡസ് നോട്ട് കം ഇൻ ടു ദ സ്പെക്ട്രം. കോടതി കൂടി കനിയണം. കോടതിക്ക് വേണമെങ്കിൽ നിയമനിർമ്മാണ സഭ പാർലമെന്റ് പാസാക്കിയ ഏത് നിയമത്തെയും ഭരണഘടനാ വിരുദ്ധമായി നൾ ആൻഡ് വോയിഡ് ആയി പ്രഖ്യാപിക്കാൻ കോടതി കഴിയും. ഇപ്പൊ കോടതി കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ, കോടതി കൂടി കണ്ണടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സെക്യുലറിസം സ്വാഹ എന്ന് വേണമെങ്കിൽ പറയാം. അത് തീർച്ചയായും അതിന് സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അതത്ര എളുപ്പമല്ല. റോം ഇസ് നോട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ ഡേ. ഈ പറഞ്ഞൊല്ല് മാത്രം ഓർത്താൽ മതി. ഇന്ത്യ ഇസ് നോട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ ഡേ. There was ആർഷഭാരതം ഒക്കെ ഉണ്ട് എന്ന് കരുതുക, രാമായണ കാലഘട്ടം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. പക്ഷേ നമുക്കൊരു ചന്ദ്രഗുപ്ത മൗര്യൻ ഉണ്ടായിരുന്നു, നമുക്ക് അശോകൻ ഉണ്ടായിരുന്നു, നമുക്ക് ഗുപ്ത സാമ്രാജ്യം ഉണ്ടായിരുന്നു, നമുക്ക് മറാഠാസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഹിന്ദുവിസം, ഹിന്ദു എന്ന രൂപത്തിലെ ഹൈന്ദവ ഘടനകൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മറ്റൊരു രൂപത്തിലുണ്ടായിരുന്നു. കാരണം ഈ ബുദ്ധമതം, ജൈനമതം, ചാർവാക മതം, അതുപോലെ വൈഷ്ണവ മതം, ശൈവമതം, ഈ പശുപതായ മതം, കാളമുഖ മതം, ഇതെല്ലാം കാര്യങ്ങളാണ് വിവിധങ്ങളായ ശ്രേണികളിൽ ഉണ്ടായത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹൈന്ദവ ഘടനകൾ ഈ രൂപത്തിൽ വന്നതും അവർ ആ ഒരു റിലിജിയൻ ഐഡന്റിറ്റി വന്നതും. കേരളത്തെ ഈഴവരുൾപ്പെടെ ആ രീതിയിൽ ബുദ്ധമതക്കാരായിരുന്നു. അവരുടെ മുൻരൂപം, പ്രാക് രൂപം. അതുപോലെ ദളിത് വിഭാഗക്കാർ അവർ ഹിന്ദു ആയിരുന്നില്ല. എങ്ങനെയാണ് ഈ യാദവർ ഹിന്ദു ആകുന്ന? ഭഗവാൻ കൃഷ്ണൻ തീർച്ചയായും യദുകുലനാഥൻ ഗാർവർണൻ, ഭഗവാൻ കൃഷ്ണാരാധന ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ ഇവിടെ കേരളത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ, ചേര കാലഘട്ടത്തിലെ കേരളത്തിൽ കൃഷ്ണാരാധന ഉണ്ടായിരുന്നു. ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം തന്നെ ഹൈന്ദവ ദേവതകളൊന്നും ആയിരുന്നില്ല. ജൈനമതത്തിലും ഇവരൊക്കെ ആരാധിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇത് ഒരു സമവായത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു. അവിടെ നിന്ന് ഒരു മോണോലിത്തിക് സ്ട്രക്ചറിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റി എടുത്താൽ അത് ശാശ്വതമാകില്ല എന്നാണ് എന്റെ ചിന്ത. കാരണം അത്രയ്ക്ക് ബഹുല സംസ്കാരമാണ് ഭാരതത്തിൽ. അതാണ് ഭാരതത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. ഹിന്ദുമതം ആണ് നമ്മുടെ രക്ഷയ്ക്ക്. ഇന്നത്തെ ഒരു ഹിന്ദുമതത്തിന്റെ വൈവിധ്യങ്ങൾ നോക്കൂ, ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു മാർത്തോമാക്കാരനാണ്, ഞാൻ നസ്രാണിയാണ്, ക്രൈസ്തവനാണ്. ഞാൻ ഭയപ്പെടുന്ന ആളൊന്നുമല്ല. കാരണം നമുക്ക് പള്ളിയുണ്ട്, പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. എന്റെ പള്ളിയിലെ മെമ്പർഷിപ്പ് കുറിയന്നൂർ ശാലയം മാർത്തോമ പള്ളിയിലെ കമ്മ്യൂണിക്കൻ മെമ്പറാണ് ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ അപ്പൻ. ഞാന് ഒരു പള്ളിയിലെ മെമ്പർഷിപ്പ് ഉള്ളയാളാണ്. പക്ഷെ ഏതെങ്കിലും ഹിന്ദുവിന് ഏതെങ്കിലും അമ്പലത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? അപ്പൊ ഘടനാപരമായി
വൈവിധ്യമാർന്ന ഒരു സമൂഹം തന്നെയാണ് ഹൈന്ദവ സമൂഹം. ഈ ഹൈന്ദവ ഇൻട്രസ്റ്റ് കുറെ കാലത്തേക്കൊക്കെ സംഘപരിവാർ ശക്തികളുടെ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലനിർത്താം. പക്ഷെ ആത്യന്തികമായി ഹൈന്ദവ താല്പര്യങ്ങളെ ഒരു രാഷ്ട്രീയ ധാരയിൽ മാത്രം കോർത്തിണക്കി കൊണ്ടുപോകാനാവില്ല. ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, ഫോർവേഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, റിസർവേഷനുള്ള കമ്മ്യൂണിറ്റീസ്, ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ്, ഈഴവ നായർ താല്പര്യങ്ങൾ പലപ്പോഴും ഘടകവിരുദ്ധമായിട്ട് നിൽക്കും. റിസർവേഷന്റെ കാര്യം വരട്ടെ, ഈ ഐക്യമെല്ലാം തന്നെ അവതാളത്തിലാകും. അതുകൊണ്ട് ഒരു കമ്മ്യൂണലിസത്തിന് ഏറെക്കാലം ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ദിസ് ഇസ് ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ് എന്നാണ് ഞാൻ ആ കാര്യങ്ങൾ തുച്ഛീകരിച്ച് കണ്ടതുകൊണ്ടല്ല. ഞാനൊരു ചരിത്രകാരൻ കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നേ ഉള്ളൂ. ലോങ് ടേം ആവറേജ് എടുക്കുമ്പോൾ ദിസ് ഈസ് എൻ അബറേഷൻ ഓഫ് ദ ടൈംസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഘടനകൾ മാറി വരും. ഇതിന്റെ ആഭ്യന്തരമായ ദളിത് വിഭാഗങ്ങൾ, ഹിന്ദുമതത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ശരിയായി ഈ ഒരു RSSന്റെയോ അല്ലെങ്കിൽ സവർണ മുന്നോക്ക മേധാവിത്വ ഘടനകളുടെ ഠാക്കൂർമാരുടെയും ഈ ബനിയാമാരുടെയും ഒക്കെ ഒരു മേധാവിത്വം പല പല ഏരിയകളിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാനായി ഘടനകളെ അനുകൂലമാക്കുമ്പോൾ ആത്യന്തികമായി എഡ്യൂക്കേഷൻ വിൽ ലിബറേറ്റ്. ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, അതുപോലെ ആ മധ്യപ്രദേശിലെ ഒക്കെ ദളിത് പിന്നാക്ക ട്രൈബൽ വിഭാഗങ്ങൾ യഥാർത്ഥ ഇന്റൻഷൻ, സംഘപരിവാർ ശക്തികളുടെ യഥാർത്ഥ ഇന്റൻഷൻ മനസ്സിലാക്കും. അതിന് വിദ്യാഭ്യാസം ഒരു വലിയ കാരണമാണ്. എന്തുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ, ഈ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നു, ക്രൈസ്തവ മിഷണറിമാർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? നോട്ട് ബിക്കോസ് ദേ ആർ അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ്, ബട്ട് ബിക്കോസ് ദേ ലിബറേറ്റ് പീപ്പിൾ. കൺവേർഷൻ അല്ല വിഷയം, എൻലൈറ്റൻമെന്റ് ആണ് വിഷയം. വിവരം വെക്കാൻ പാടില്ല, അപകടമാണ്. ഈ അക്കിത്തത്തിന്റെ കവിതയാണല്ലോ പ്രധാനം. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. വിദ്യയുടെ വെളിച്ചം വലിയ ബുദ്ധിമുട്ടാണ്. വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകാൻ ക്രൈസ്തവ മിഷണറിമാര് പോയാൽ മതപരിവർത്തനമല്ല വിഷയം. അവരെ വിവരം വെച്ച് കഴിഞ്ഞാൽ പാടത്ത് പണി ചെയ്യാൻ കൂലി ചോദിച്ചെന്നിരിക്കാം, ഒരുപക്ഷെ ആട് മേയ്ക്കാൻ ആളെ കിട്ടിയില്ലെന്നിരിക്കാം, ഇതിനൊക്കെ പുറമെ ഉണ്ടാണ്ടും വെച്ച് നടക്കാൻ ആളില്ലെന്നിരിക്കാം. അതുകൊണ്ട് വിദ്യ ലിബറേറ്റ് ചെയ്യും. ഇത് അനിവാര്യമായ കാര്യമാണ്. ടെക്നോളജി വിൽ ലിബറേറ്റ്, എഡ്യൂക്കേഷൻ വിൽ ലിബറേറ്റ് പീപ്പിൾ. ഇത് ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ആത്യന്തികമായി ഈ ഘടനകൾ തുടരും എന്ന വിശ്വാസം എനിക്കില്ല. കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ എനിക്ക് പരിചയമുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ പോയതിലൊന്നും വലിയ ആശങ്കയൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ദ ചർച്ച്, എന്റെ അഭിപ്രായം കൂടെ ഞാൻ പറയാം, ദ ചർച്ച്, ഓർഗനൈസ്ഡ് ചർച്ച് ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഹൈഡ്. അതെന്റെ അഭിപ്രായമാണ്. ഞാൻ മർത്തമസഭയുടെ ഭാഗമാണ്. എല്ലാ ചർച്ചകളും ഈ FCRA റെഗുലേഷൻ ഒന്നും അല്ല ഇവിടെ വിഷയം. പല കാര്യങ്ങളും ഗവൺമെന്റുമായി മറുത്തു നിൽക്കാൻ, ഇടഞ്ഞു നിൽക്കാൻ, വ്യക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഹയറാർക്കിക്കൽ ഘടനകൾക്ക് കഴിയില്ല. ഹയറാർക്കിക്കൽ ചർച്ചിന് കഴിയില്ല, ചരിത്രപരമായി കഴിഞ്ഞിട്ടില്ല. ആകെ കഴിഞ്ഞിട്ടുള്ള ഏകയാൾ ക്രൈസ്തവനല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാകുന്നു. അദ്ദേഹത്തിന്റെ പേര് ജീസസ് ക്രൈസ്റ്റിന്റെ പേരിലാണല്ലോ ക്രിസ്ത്യാനികൾ നിലനിൽക്കുന്നത്. ജൂതനായ യേശുക്രിസ്തു മാത്രമേ ഘടനകളെ എതിർത്തിട്ടുള്ളൂ, ആ രൂപത്തിൽ എതിർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഘടനകളെ ഒന്നും എതിർക്കാൻ ഈ ക്രൈസ്തവ ന്യൂനപക്ഷം വാക്കാൽ പറയും എന്നല്ലാതെ ഓർഗനൈസ്ഡ് ചർച്ച് ഒരിക്കലും ആ രീതിയിൽ വരില്ല. ക്രിസ്തുമസ് നയതന്ത്രവും കേക്ക് നയതന്ത്രവും വൈൻ നയതന്ത്രവും ഈ ആലിംഗന നയതന്ത്രവും എല്ലാം പൊടിക്കും. അതിൽ നിന്ന് നമ്മുടെ സമുദായത്തിന്, സഭയ്ക്ക് എന്തെങ്കിലും നേട്ടമൊക്കെയും ഉണ്ടാകുമോ എന്ന ആലോചനയിലായിരിക്കും സഭാപിതാക്കന്മാർ. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. ഞാൻ നയതന്ത്ര ബന്ധങ്ങൾ പഠിച്ച ഒരാളാണ്. ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് അത് നയതന്ത്രം തന്നെയാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് അപകടത്തിലായാൽ ഏതെല്ലാം മേഖലകളിൽ സന്ധി ചെയ്യാമോ അവിടെ സന്ധി ചെയ്തുകൊണ്ട് മുന്നേറാം. സോ ദ ചർച്ച് ഹാസ് ലേൺഡ് ടു ഡാൻസ് വിത്ത് ദ ഡെവിൾ ഇൻ ദി ലാർജർ അൾട്ടിമേറ്റ് ഇൻട്രസ്റ്റ്. പക്ഷെ അതെനിക്ക് സംശയമുണ്ട്. അൾട്ടിമേറ്റ്ലി will they dance on a stable terrain or are they dancing on a very slippery terrain is a $1 billion question. അവിടെ ഞാൻ ആത്മപരിശോധനയ്ക്ക്, ഓരോ ക്രൈസ്തവനും ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. ക്രൈസ്തവ ഘടനകൾ സഭയാകാം, സമൂഹമാകാം, KCBC ആകാം, CBCI ആകാം, മറ്റ് ക്രൈസ്തവരുടെ പേരിൽ ഉള്ള പല കടലാസ സംഘടനകളാകാം. അവരൊന്നും വേണ്ട സമയത്ത് കൃത്യമായ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സായിപ്പിനെ കാണുമ്പം, അതായത് മോദിയെ കാണുമ്പം കവാത്തു മറക്കുന്ന ഒരു ശീലമില്ലേ എന്ന്
എനിക്ക് തോന്നിപ്പോവുകയാണ്. പലതും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഈ പിന്നെ മോദി നയതന്ത്രം ഈ കേരളത്തിൽ വന്നപ്പോൾ മോദി ബിഷപ്പിനെ കണ്ടതും ഡൽഹിയിൽ പിന്നെ അരമന വിസിറ്റ് ചെയ്തതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീമാർ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടത് അതീവ ഗുരുതരമായ ഒരു കാര്യമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അവരുടെ സന്തോഷം പങ്കുവെക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടു. അത് രാജീവ് ചന്ദ്രശേഖരുടെ ആവശ്യം കൂടിയാണ് എന്ന് ഓർക്കണം. രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ചു വരും. കേരളത്തിൽ BJPക്ക് ഒരിക്കൽ കൂടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിലൂടെയും നിയമമണ്ഡലത്തിലൂടെയും ആകും. അതുകൊണ്ടാണ് അനൂപ് ആന്റണി എന്റെ സുഹൃത്താണ്. രാജീവ് ചന്ദ്രശേഖരൻ എനിക്കറിയാം. അപ്പം ഇവരെല്ലാം തീർച്ചയായും അവരുടേതായ രീതിയിൽ നീക്കങ്ങൾ നടത്തി. ഛത്തീസ്ഗഡിലെ BJPയും കേരളത്തിലെ BJPയും ഒന്നല്ല എന്ന് ഓർക്കണം. കേരളത്തിലെ BJPക്ക് ക്രൈസ്തവരെ ചേർത്ത് പിടിച്ചെങ്കിലേ പറ്റൂ. 20% വോട്ട് അവർക്കുണ്ട്, BJP കൊണ്ടെന്ന് ഓർക്കണം. കേരളത്തിൽ 20% വോട്ട് ഇസ് നോട്ട് എ മീൻ അച്ചീവ്മെന്റ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്, നിയമസഭയിൽ അത്രയും ഉണ്ടാവില്ല. പക്ഷെ ചില മണ്ഡലങ്ങളിലെങ്കിലും A ക്ലാസ് മണ്ഡലങ്ങളിലെങ്കിലും 15ഓളം മണ്ഡലങ്ങളിൽ ദേ ആർ എ ഫൈറ്റിംഗ് ഫോഴ്സ്. 20 മണ്ഡലങ്ങളിലാണ് ഒന്നുകിൽ 1ാം സ്ഥാനത്ത് അല്ലെ 2ാം സ്ഥാനത്ത്. 11 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് BJP 1ാം സ്ഥാനത്താണ്. ഒരു 9 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. BJP എന്താണ് ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ ഒരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് 10 സീറ്റുകളിലെങ്കിലും വിജയിക്കാനായാൽ UDFനും LDFനും ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യാതെ ഇരുന്നാൽ. ആലോചിക്കൂ, 62 സീറ്റ് UDFനും അല്ലെങ്കിൽ 62 സീറ്റ് LDFനും 65-66 സീറ്റ് തിരിച്ച് UDFനും LDFനും ആയിട്ട് കിട്ടുകയാണെങ്കിൽ BJP തീരുമാനിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയൊന്നും ആവില്ല എന്ന് ഇപ്പോൾ കരുതാം. കാരണം ഛത്തീസ്ഗഡ് ഈ കാര്യങ്ങളെ മുഴുവൻ തന്നെ തകിടം മറിച്ചിരിക്കുന്നു. മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ BJPയോട് തൊട്ടുകൂടായ്മയില്ല. ശ്രീ വിൽസൺ കരിപ്പനോട് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവന്റ് ആണ്. ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളെയും കേരളത്തിനുള്ളിൽ പരസ്പരം സംശയാലുക്കളാക്കി നിലനിർത്തുക വഴി അതിന്റെ പ്രയോജനം ആത്യന്തികമായി ലഭിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. പിറ്റിംഗ് ക്രിസ്ത്യൻസ് അഗൈൻസ്റ്റ് മുസ്ലിം, അത് തീർച്ചയായിട്ടും BJPക്ക് പ്രയോജനം വരേണ്ടതാണ്. ഇപ്പോൾ അവിടെ UDFന് അഡ്വാൻറ്റേജ് ആയി അത് വരുന്നു എന്ന നിഗമനമാണ് എനിക്കുള്ളത്. ഞാനത് UDF അനുകൂലമായി പറഞ്ഞതൊന്നുമല്ല. എന്റെ ഒരു ചിന്ത അനുസരിച്ച് BJPയിലേക്ക് ചായാൻ സാധ്യതയുള്ള UDF വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. LDFന് നഷ്ടപ്പെടാനുള്ളത് ഈഴവ സമുദായത്തിന്റെ ഒരു ചെറിയ പങ്ക് BJPയിലേക്ക് പോകുമ്പോൾ LDFന് ദോഷം വരും. ഈ 2 കാരണങ്ങളാൽ UDFന് മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്റെ ഇപ്പോഴത്തെ നിലയിൽ. 6 മാസം കഴിയുമ്പോൾ സ്ഥിതിഗതികൾ മാറി മറിയാം, തീർച്ചയായിട്ടും മാറി മറിയാം. അത് മാത്രമല്ല UDFിലെ പടലപടക്കങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകരുത്. പക്ഷെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണോ ആവശ്യം, ആരോഗ്യപരം, അത് ചെയ്യാൻ കഴിയണം. കേരളത്തിലെ BJPക്ക് ഛത്തീസ്ഗഡിലെ BJPയെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസും ഛത്തീസ്ഗഡിലെ BJPയും ഒരുപോലെയാണ്. അവർ രണ്ടും തന്നെ ന്യൂനപക്ഷ വിരുദ്ധതയാണ്. ന്യൂനപക്ഷ വിരുദ്ധത മാത്രമേ ആ ചട്ടിയിൽ ആ പരിപ്പേ വേകൂ എന്ന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തമ്പിയിട്ട് കാര്യമൊന്നുമില്ല. ഛത്തീസ്ഗഡിൽ അവരും BJPയുടെ ബി ടീം തന്നെയാണ്. ഇക്കാര്യം വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും BJP എതിർക്കുമായിരിക്കാം. ഈ കൺവേർഷന്റെ കാര്യത്തിലും ന്യൂനപക്ഷങ്ങളുടെ സമീപനത്തിലും ഒക്കെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി കാര്യമായി മുന്നോട്ട് വരില്ല. ഭൂപേഷ് ബാഗലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞെന്നിരിക്കാം. അതിൽ കൂടുതലൊന്നും അനക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. മധ്യപ്രദേശിലെ കമൽനാഥും കൂട്ടരും തീർച്ചയായിട്ടും BJPയേക്കാൾ BJP ആയി മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ ഒരു രക്ഷ, ഈ ന്യൂനപക്ഷങ്ങളുടെ രക്ഷ എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി പ്രത്യേകിച്ച് അഭയകേന്ദ്രങ്ങളൊന്നുമില്ല. ഈ മണിപ്പൂരിലോ മിസോറാമിലോ നാഗാലാൻഡിലോ കേരളത്തിലോ ഒക്കെ കുറെയൊക്കെ തിണ്ണമെടുക്ക് കാട്ടാമെന്നല്ലാതെ മറ്റൊന്നും നടക്കില്ല. പക്ഷേ ആത്യന്തികമായി നമ്മുടെ പ്രതീക്ഷ, കാരണം അതൊരു തെറ്റായ പ്രതീക്ഷയായിരുന്നു, ഡൊണാൾഡ് ട്രംപ് വരും, എല്ലാം ശരിയാകും. കാരണം ഈ സിവിലൈസേഷണൽ യുദ്ധം അതും നമ്മുടെ മനസ്സിലുണ്ട്. നസ്രാണികൾ വളരെ വീരന്മാരാണ്. അവരൊക്കെ നല്ലപോലെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് ഇരിക്കുന്നത്. അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിയുമ്പോൾ അവിടെ റൈറ്റ് വിങ് ആണ്, ക്രിസ്ത്യൻ റൈറ്റ് വിങ് ആണ്, ട്രാൻസ് അറ്റ്ലാന്റിക് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് ഡ്രിവൺ സിവിലൈസേഷൻ, ക്യാപിറ്റലിസ്റ്റ് സിവിലൈസേഷൻ, അതാണ് ലോകത്തിന്റെ തലപ്പത്ത്. അതിനെതിരെ നിൽക്കുന്ന ഇസ്ലാം വലിയ രീതിയിൽ പോരാട്ടത്തിലാണ് ആ സിവിലൈസേഷനുമായി. മൂന്നാമത് നിൽക്കുന്നത് ഹൈന്ദവ ദേശീയതയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സംസ്കാരം. അതുകൊണ്ട് 1ഉം 3ഉം കൂടി നന്നായി അങ്ങ് ചേരും. ഡൊണാൾഡ് ട്രംപ് ആൻഡ് നരേന്ദ്രമോദി എക്കാലത്തും സുഹൃത്തുക്കളായിരിക്കും എന്ന വിശ്വാസമാണ് ഇപ്പോൾ ഇതാ ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ, തീരുവ യുദ്ധത്തിൽ തട്ടി തകർന്നിരിക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെയൊന്നും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ അവർക്ക് വേണ്ടി ട്രംപിന്റെ പേരിൽ, അമേരിക്കയുടെ പേരിൽ, പാശ്ചാത്യ ലോകത്തിന്റെ പേരിൽ, ഒന്നാം സിവിലൈസേഷന്റെ പേരിൽ സൗഹൃദം കാട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുകൂടി സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. കാരണം ഞാൻ 3 കാര്യങ്ങൾ 3 ഡയമെൻഷനിലാണ് ഒരു 3നും അത്യാവശ്യം മറുപടി പറഞ്ഞു എന്ന ധാരണയിലാണ്. ചെയ്യുന്നിടത്ത് മാത്രമേ അത് സംഭവിക്കൂ. അതുപോലെ ചന്ദ്രയാനെ ഈ ഇവിടെ ഭൂമിയിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാം, വിദൂര സ്ഥലത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ പുതിയ ടെക്നോളജി ഇത്രയും വിസ്തീർണം തരുന്നു. ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് സാറിന്റെ പ്രഭാഷണത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. സാറിനെ കാണാൻ കഴിഞ്ഞതിലും സാറിനെ കേൾക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. റോയ് സാർ വളരെ ചങ്ങാതി കേട്ടോ. റോയ് സാർ എന്റെ പഴയ സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സാറേ വണക്കം. സാറിന്റെ പ്രഭാഷണത്തിലും റോയ് സാർ എന്റെ ഭാഗമാണെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. എനിക്കറിയില്ല റോയ് സാർ ഇതിനകത്തുണ്ടെന്ന്. ഒത്തിരി സന്തോഷം. ഓക്കെ പറഞ്ഞോളൂ സാറേ പറഞ്ഞോളൂ. സാറേ, സാറ് മറുപടിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യത്തിന്റെ പലതിനും ഉത്തരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ 1-2 കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സമീപകാലത്ത് ഇവിടെ കേരളത്തിലെ ഒരു മന്ത്രി ആയിരുന്ന ജി സുധാകരൻ സഖാവ് ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി, പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടുണ്ട് എന്ന്. നമുക്കറിയാം കേരളത്തിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെയുള്ള കള്ളവോട്ടുകൾ നടക്കാറുണ്ട്, വ്യാപകമായി തന്നെ നടക്കാറുണ്ട്. ഒരു ബൂത്തിൽ 5, 8, 10 ഒക്കെ വോട്ടുകൾ വെച്ച് നടക്കാറുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയവരൊക്കെ വോട്ട് ചെയ്യാറുണ്ട്. പലരുടെയും നേരത്തെ വന്ന് വോട്ട് ചെയ്യുന്ന രീതികളുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. എത്ര വോട്ടിംഗ് മെഷീൻ വന്നെന്ന് പറഞ്ഞാലും ശരി, ഏതെല്ലാം മാർഗങ്ങൾ വന്നാലും ശരി, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. എല്ലാ കാലത്തും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വടക്കേ ഇന്ത്യയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോലും പോകാതെ അവിടുത്തെ ഉദ്യോഗസ്ഥര് കുത്തിയിടുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മൗലികമായ ചോദ്യം എന്ന് പറയുന്നത്. അതിന് എൻ്റെ ഒരു ചിന്ത, ഇപ്പൊ ജുഡീഷ്യറിയെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരവും മറ്റും ഇതും സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്ററിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. ഒരു കുറേ സ്വതന്ത്രമായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കോടതികൾക്കുണ്ട്. എങ്കിൽ പോലും സമീപകാലത്ത് കോടതിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി സുപ്രീം കോടതി ജസ്റ്റിസിനെ കാണുന്നു. അതുപോലെ തന്നെ തലേദിവസം ചില വിധികളുടെയൊക്കെ നേരത്തെ തന്നെ എക്സിക്യൂട്ടീവിന് കൈമാറിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ ചെയ്യുന്നു. അവരുടെ ഭരണ താല്പര്യത്തിനനുസരിച്ചുള്ള ജഡ്ജ്മെന്റുകൾ വരുന്നു എന്നൊക്കെയുള്ള ധാരാളം ആക്ഷേപങ്ങൾ കോടതികൾക്കെതിരെ പോലും ഉണ്ടാകുന്നു. എന്നാൽ ഇന്ത്യൻ സംവിധാനത്തിൽ ഈ നമ്മൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നോക്കുമ്പോൾ ഈ കോടതികൾക്ക് ലഭിക്കുന്നത് പോലെ ഒരു സ്വതന്ത്രമായ ഒരു പ്രവർത്തന രീതിയോ ഘടനയോ ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് വേണം പറയാൻ. ഇലക്ഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഉൾപ്പെടെ, അങ്ങോട്ട് മുകളിലോട്ട് ഇലക്ഷൻ നടത്തുന്നത് ഉൾപ്പെടെ, ഫലം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ എല്ലാം എക്സിക്യൂട്ടീവിന്റെ നിയന്ത്രണത്തിലും എക്സിക്യൂട്ടീവിന്റെ ഒരു ഇതിലുമാണ് നടക്കുന്നത്. അപ്പൊ അതല്ലേ സത്യത്തിൽ ഈ പറയുന്ന പ്രതിസന്ധികൾക്കെല്ലാം കാരണം. അപ്പൊ അതിന് ബദലായി ഈ എക്സിക്യൂട്ടീവിന്റെ സ്വാധീനത്തിൽ നിന്നും അവരുടെ, ഇപ്പൊ തന്നെ സാറ് നമുക്കറിയാം കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സമീപകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ കയറി നിന്നുകൊണ്ട് അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കും. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, പോലീസിൽ 50% കൂടുതൽ ഞങ്ങളുടെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അത്തരത്തിലേക്ക് നമ്മളുടെ എക്സിക്യൂട്ടീവ് മാറിയിരിക്കുന്നു, ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അതിഭീകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ കുറെ സ്വതന്ത്രമായി ഫങ്ഷൻ ചെയ്യാൻ തക്കവണ്ണം എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ബാക്കിയെല്ലാം സാർ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നു. സാറ് ചോദിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും സാറ് ഉത്തരവും നൽകി കഴിഞ്ഞു.
എന്നുള്ളത് കൊണ്ട് അതൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. പ്രൊഫസറെ, പിന്നെ വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഒരു കാരണവശാലും എക്സിക്യൂട്ടീവ് ആക്ഷനിലൂടെ നടക്കില്ല, ലെജിസ്ലേറ്റീവ് ആക്ഷനിലൂടെ നടക്കില്ല. ദ ഹോപ്പ് ഈസ് ദി ജുഡീഷ്യറി. സാറ് പറഞ്ഞ പൂർണ്ണമായി ശരിയാണ്. ഇപ്പോഴും നീതിപീഠത്തിന്റെ തലപ്പത്തെ നീതിമാന്മാരായ കുറെ ജഡ്ജിമാരെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഭാരതത്തിൽ നിയമവാഴ്ച തുടരുന്നത് എന്നും ഇവിടെ വിപ്ലവം ഉണ്ടാകാതിരിക്കേണ്ടതും എന്നുമാണ് എന്റെ ഒരു വിശ്വാസം. അത് ഈവൻ പാകിസ്ഥാനിൽ പോലും, ഇത്രയും ഇസ്ലാമിക ഒരു റിപ്പബ്ലിക്കായ പാകിസ്ഥാനിൽ പോലും ഏകാധിപത്യ പ്രവണതകളാണ്, ആർമിയുടെ ഡിക്റ്റേറ്റർഷിപ്പാണ്, പലപ്പോഴും ഒരു സ്റ്റോജിനെ പിടിച്ച് പ്രധാനമന്ത്രി പദത്തിലും പ്രസിഡന്റ് പദത്തിലും ഇരുന്ന രാജ്യമാണ്. അവിടെയും പലപ്പോഴും ഈ ഘടനകൾ അരുത് കാട്ടാള എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ദുർബലമെന്ന് പറയുന്ന കോടതി തന്നെയാണ് അവിടെയും പല സമയങ്ങളിൽ ചരിത്രത്തിൽ ഈ തിരുത്തൽ ശക്തിയായിട്ട് വന്നത്. ഇന്ത്യയിലും ആത്യന്തികമായി തിരുത്തൽ ശക്തിയായി വരേണ്ടത് കോടതിയാണ്. പക്ഷെ അത് കോടതിക്ക് തിരുത്തൽ ശക്തി ആകണമെങ്കിൽ ഘടനകൾ സ്വല്പം കനിയണം. എന്ന് പറഞ്ഞാൽ ബ്രൂട്ട് മെജോറിറ്റി ഓഫ് റൂളിംഗ് പാർട്ടി or ruling coalition in the legislature, in Lok Sabha and Rajya Sabha will make every judge a sitting duck. എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാൻ ഈ ബ്രൂട്ട് മെജോറിറ്റി എന്ന പാർലമെന്റ് അതിന് ഇവർ മടിക്കില്ല എന്നാണ് എന്റെ ഒരു ചിന്ത. അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള ലോക്സഭ എന്ന് പറയുന്നത് ആരോഗ്യപരമായ ഒരു ലോക്സഭയാണ്. ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാൻ, അകാരണമായി ഇംപീച്ച് ചെയ്യാൻ, ഇപ്പൊ ഈ ജസ്റ്റിസ് വർമ്മയുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഭരണപക്ഷം പ്രതിപക്ഷം ഒരുപക്ഷം ഒന്നിച്ചു നിൽക്കാം. പക്ഷേ അല്ലാതെ ഈ രാഷ്ട്രീയ കാരണത്താൽ, തങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജഡ്ജിമാരുടെ കസേര അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ത്രൂ ദ കൊളീജിയം സിസ്റ്റം അതിലേക്ക് കടന്നു കയറി ഇഷ്ടക്കാരെ മാത്രം സുപ്രീം കോടതിയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രവണത, അത് ലെജിസ്ലേറ്റീവ് ബാലൻസിങ്ങിലൂടെ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും വരുന്നു. ഈ കടിഞ്ഞാൺ ആളുകളുടെ കയ്യിൽ തന്നെയാണ്. മാധ്യമങ്ങൾ, എവിടെ മാധ്യമങ്ങൾ നയിക്കുന്ന വഴിയെ അല്ല പോകേണ്ടത്, മാധ്യമങ്ങൾ ഉയർത്തേണ്ട ഒരു വലിയ ഒരു വികാരമുണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ മാധ്യമങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ, ഞാൻ മാധ്യമങ്ങൾ ക്ലീനായി ഒബ്സർവ് ചെയ്യുന്ന നാഷണൽ മീഡിയ ഞാൻ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവിടെ കുറെയൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആകമാനം സംശയത്തിന്റെ ഒരു കരുനിഴലിലാണ്. ഇവിടെ ഒരു ഗോദി മീഡിയയുടെ പ്രഭാവം ചെറിയ തോതിൽ, കാരണം ഈ മാധ്യമങ്ങളും ഭയക്കുന്നു നാളെ എസ്റ്റാബ്ലിഷ്മെന്റ് മാറിയേക്കാം എന്ന ഒരു ഭയം, അല്ലെങ്കിൽ എന്നൊരു ചിന്ത അവിടെ വന്നു കഴിഞ്ഞു. അതൊരു ശുഭ സൂചനയാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷങ്ങൾ ഏറെ പഠിക്കാനിരിക്കുന്നു. ഈ കുറെ കുലാക്കുകൾ, പിന്നെ എന്താണ്, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, മായാവതി, പിന്നെ മമതാ ബാനർജി, ശരത് പവാർ, പിന്നെ MK സ്റ്റാലിൻ, ഇവരൊക്കെ കുലപതികളായി ഇങ്ങനെ വാഴുന്ന ഒരു അന്തരീക്ഷം ജനത്തിന് കൂടെ തോന്നണമല്ലോ അദ്ദേഹത്തിന് ഓൾട്ടർനേറ്റീവ് എന്ന്. അവരൊക്കെ നല്ല നേതാക്കളാണ് പ്രാദേശികമായി. ടേക്കൺ ടുഗെദർ ഒരു രാജ്യത്തെ നയിക്കാൻ, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇവരെല്ലാം ചേർന്ന ഒരു അവിയൽ മുന്നണിക്ക് കഴിയുമെന്ന വിശ്വാസം ജനത്തിന് കൂടെ തോന്നണമല്ലോ. ജനം ധാരധാരയായി പോളിംഗ് ബൂത്തിൽ എത്തുകയും നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും ഒരു ഓളം ഉണ്ടാക്കുകയും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയണമെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ തരത്തിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാകണം. പ്രതിപക്ഷങ്ങളുടെ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി comparable to the times of emergency against Mrs. ഗാന്ധി, ആ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ഒരുമ ഉണ്ടായിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എ സെംബ്ലൻസ് ഓഫ് യൂണിറ്റി. അതിന്റെ പ്രതിഫലനം 2 മഹാസംസ്ഥാനങ്ങളിൽ 80 സീറ്റുള്ള ഉത്തർപ്രദേശിലും 48 സീറ്റുള്ള മഹാരാഷ്ട്രയിലും അതിന്റെ പ്രതിഫലനം കണ്ടതുകൊണ്ടാണ് BJPക്ക് ഉദ്ദേശിച്ച ഭൂരിപക്ഷം അബ്കി ബാർ 400 പാർ എന്ന് പറയുന്നത് വെറും സ്വപ്നമായിരുന്നു. 240 തറച്ച് നിൽക്കേണ്ടി വന്നു. 400 നിന്നും റിവൈസ് ചെയ്ത് 240 മാറേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് ചതിച്ചു, മഹാരാഷ്ട്ര ചതിച്ചു. 2 വൻ സംസ്ഥാനങ്ങളാണ്. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അട്ടിമറിയാണ് സംഭവം. അട്ടിമറിയല്ല, അത് യഥാർത്ഥത്തിൽ അവിടെ ഒന്നും ടാമ്പറിംഗ് നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. നേരത്തെ വിൽസൺ പറഞ്ഞല്ലോ, ഈ പിന്നെ അയോധ്യയിലെ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ സംഭവിച്ച BJPക്ക് സംഭവിച്ച പരാജയം, ഇതെല്ലാം വഴി തെളിക്കുന്നത് ഒരു നാഷണൽ അവേക്കനിങ്
എൻജിനീയർഡ് ബൈ ദ മീഡിയ, എനർജൈസ്ഡ് ബൈ ദ മീഡിയ. ഇത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിലവിലെ കോടതി സംവിധാനത്തിൽ പൂർണ്ണമായി അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രക്ഷ കോടതിയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ പിന്നെ രാജ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരും. കോടതി കൂടെ പരാജയപ്പെട്ടാൽ, പൂർണ്ണമായി കീഴടങ്ങിയാൽ, പിന്നീട് ഈ രൂപത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് അവസാന പ്രതീക്ഷ കോടതിയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ന്യായമായ കാര്യം തന്നെയാണ്. തീർച്ചയായും പ്രതിപക്ഷങ്ങളുടെ സ്വരത്തിലല്ല ഞാനിപ്പോൾ കാണുന്നത്. പക്ഷേ പ്രതിപക്ഷങ്ങൾ ഭരണപക്ഷമാകാനുള്ള ക്രെഡിബിലിറ്റി, ഐക്യം, കെട്ടുറപ്പ്, കോമൺ മിനിമം പ്രോഗ്രാം അതുപോലും ഇല്ലാതെയാണ് ഇന്ത്യ മുന്നണി എന്ന മുന്നണി മുന്നോട്ട് പോകുന്നത്. അത് പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് ജനത്തിന് കൂടെ തോന്നുമ്പോഴാണ് മാധ്യമങ്ങളും മാറി ചിന്തിക്കും. കാരണം മാധ്യമങ്ങൾ ആത്യന്തികമായി മധ്യവർഗ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. പൈസ കൊടുത്ത് പത്രം വാങ്ങുന്നത്, പൈസ കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യയിലെ മധ്യവർഗങ്ങളാണ്. ഫോർ ദം ഇറ്റ് ഇസ് മണി ദാറ്റ് മാറ്റേഴ്സ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ മധ്യവർഗങ്ങൾക്ക് ഒരു ചേഞ്ച് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്. ഓർക്കണം, 30 കോടിയിൽ പരം. ദേ ആർ ദി മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ്. ദേ ആർ ദ കൺസ്യൂമേഴ്സ്. ദേ ക്യാൻ ഇനിഷ്യേറ്റ് എ ചേഞ്ച്. അതാണ്. അപ്പൊ അത് തീർച്ചയായും മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ BJP തന്നെയാണ് നല്ലതെന്നാണ് മഹാഭൂരിപക്ഷം മധ്യവർഗത്തിന് ചിന്ത. അതാണ് സത്യം. 12 ലക്ഷം വരെ നികുതി വിമുക്തമാക്കിയാൽ ഈ മധ്യവർഗത്തിന് ആനന്ദലബ്ധിക്ക്, ഇൻകം ടാക്സ് പേഴ്സിന് ആനന്ദലബ്ധിക്ക് എന്തു വേണ്ടു? ഇതല്ലേ സത്യം. ഇപ്പൊ GST നിരക്കുകൾ ക്രമീകരിക്കാൻ പോകുന്നു. നോക്കൂ ഫിലിപ്പ് സാറേ, നോക്കൂ. GST നിരക്കുകൾ 5 സ്ലാബിൽ നിന്നും 2 സ്ലാബിലേക്ക് മാറുകയാണ്. ഡൗൺവേർഡ് റിവിഷൻ. ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ കണ്ടത്. അമേരിക്കയെ താക്കീത് ചെയ്ത് നിർത്തുന്നു. അമേരിക്കയുടെ പേര് പറയാതെ തന്നെ ആത്മനിർഭര ഭാരതത്തെ കുറിച്ച് സംസാരിക്കുന്നു, ഇവിടുത്തെ ലോക്കലൈസ്ഡ് പ്രൊഡക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് വേണ്ട ആകെ ഒരു ജഗപുക. അവിടെയൊക്കെ മധ്യവർഗം വീഴ്ത്താനുള്ള എല്ലാ ഗിമിക്കുകളും ഉണ്ട്. പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടോ? ഇല്ല എന്നാണ് എന്റെ പക്ഷം. ഇപ്പോഴും പ്രതിപക്ഷം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. LKG-യിലായിട്ടേ ഉള്ളൂ ഇന്ത്യയിലെ പ്രതിപക്ഷം. ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രതിപക്ഷം. ഭരിക്കാനാണ് എങ്കിൽ, ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാനാണെങ്കിൽ, ഘടനകളെ തിരിച്ച് ഓൺ ട്രാക്കിലാക്കാനാണെങ്കിൽ പ്രതിപക്ഷം ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് എന്റെ അഭിപ്രായം.